വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളെയെല്ലാം ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നാം സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കൂടിയിരിക്കുന്നത്. എല്ലാ മഹത്വവും പുകഴ്ചയും തിരുപാദപീഠത്തിൽ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളൊരു വിഷയം ചിന്തിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ആ വിഷയങ്ങളൊക്കെ ചിന്തിച്ച് മുൻപോട്ട് വന്നപ്പോൾ പലവിധമായ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയേണ്ടി വന്നു. അതായത് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും, അതുപോലെ പ്രസിദ്ധരായ പലരും ദൈവവചനം പ്രസംഗിക്കുന്നത് അനേകായിരങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ അവർ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത രീതിയിൽ അവർ വചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയായിരുന്നു നമ്മൾ കുറേ ആഴ്ചകളായി കണ്ടുകൊണ്ടിരുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മൾ 1-2 ആഴ്ച ശ്രദ്ധിച്ചു. പ്രസിദ്ധരായ പലരും ആ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമ്മൾ കാണാനിടയായി. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥയും പരിശുദ്ധാത്മാവും നമുക്ക് തുറന്നു തന്നു. അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചുറ്റുപാടുമൊക്കെ നടക്കുന്ന പലവിധമായ കാര്യങ്ങളിൽ നമുക്ക് തലയിടേണ്ടി വന്നത്. അതായത് അല്പമായിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയേണ്ടി വന്നു. ചുറ്റും നടക്കുന്ന ചില ഉണർവുകളെക്കുറിച്ച്. അതിൽ ഒരു ഉണർവ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകാരുടെ ഇടയിൽ നടക്കുന്നതാണ്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച്. മറ്റൊരു ഉണർവെന്ന് പറയുന്നത് അസൽ പവന്മാറ്റ് പെന്തിക്കോസുകാരുടെ നടുവിൽ നടന്ന ഉണർവാണ്. ഇപ്പോൾ ബാംഗ്ലൂരുകാരുടെ നടുവിൽ നടന്ന ഉണർവിനെക്കുറിച്ച് നമ്മൾ പലതും പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ഈ വ്യവസ്ഥാപിത പെന്തിക്കോസുകാർ മലയാളക്കരയിലെ ഒരു ചെറു പട്ടണത്തിൽ അവരുടെ കൺവെൻഷനിൽ ഉണർവിൻ്റെ ഒരു ആധിക്യത്താൽ കോലൊടിക്കുകയും പിന്നെ കുഴലൂതുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും അതെല്ലാം ഒരു ഉണർവാണെന്ന് ജനം തെറ്റിദ്ധരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ നമുക്ക് പുറത്തു കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞു. ഈ പറയപ്പെട്ട ആ കൂട്ടത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നത് ഒരു തമിഴ്നാട് സ്വദേശിയായ ഒരു സഹോദരനെയാണ്. അദ്ദേഹത്താൽ അവർ ഉണർത്തപ്പെടുകയും കാഹള ഊതുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ മെസ്സേജിനകത്ത് സൂചിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധം ചെയ്തു. കുറേയധികം ആളുകളത് കേട്ടിട്ടുണ്ട്. അവർക്കത് അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ഉണർവ് യോഗത്തിൽ ഈ പറയപ്പെട്ട സഹോദരൻ സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിച്ചുകൊണ്ട് ശത്രു അവരെ ഞെരുക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ കാര്യമാണ്, ഞെരുക്കുമ്പോൾ അവർ കാഹളം ഊതിക്കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന കാര്യം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ കാര്യം അദ്ദേഹം പറയാനിടയായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് മറ്റൊരു കാഹളം ഊതുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങനെ നേരെ 9-ാം വാക്യം വായിച്ചാൽ പോലും അതിന് മുൻപിലുള്ളത് എന്താണെന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് 10-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ 2 വെള്ളിക്കാഹളം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നു. അങ്ങനെ പറഞ്ഞ് താഴേക്ക് വന്നിട്ട് അതിലൊരു കാഹളം ഊതുന്ന സമയത്ത് ഇസ്രായേലിലെ പ്രഭുക്കന്മാരെ കൂട്ടിച്ചേർക്കാനായിട്ട് കാഹളം ഊതും. അതേസമയം 2 കാഹളവും കൂടെ ഊതുമ്പോൾ, ഗംഭീരധ്വനി ഊതുമ്പോൾ, അത് ഇസ്രായേൽ പാളയത്തെ കൂട്ടിച്ചേർക്കാനും അതുപോലെ പാളയം പുറപ്പെടുവിക്കാനും ഒക്കെയുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവിടെയുണ്ട്. ഈ പറയപ്പെട്ട വെള്ളിക്കാഹള ഊതേണ്ടത് അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരാണ്. അതെല്ലാം അവിടെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞിട്ടാണ് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വെള്ളിക്കാഹളം എടുത്ത് ഊതുന്ന കാര്യം നമ്മൾ കാണുന്നത്. അതായത് ശത്രു അവരെ ഞെരുക്കാൻ വരുമ്പോൾ വെള്ളിക്കാഹളം എടുത്ത് അവർ ഊതുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് അവരെ ഉണർത്താൻ വന്ന സഹോദരൻ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം എടുക്കുന്നതാണ്. അതിന് അദ്ദേഹം കോട്ട് ചെയ്തത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായമാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ എടുത്തുകൊണ്ടാകട്ടോ നമ്മൾ പറഞ്ഞതല്ലാതെ നമ്മൾ നമ്മുടെ സ്വന്തം വ്യാഖ്യാനങ്ങളോ സ്വന്തം ഇഷ്ടത്തിലോ ഒന്നും പറഞ്ഞതല്ല. അവർ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ അതിന് മറുപടികൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ അവിടെ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം ഊതുന്നു, യെരിഹോ വീഴുന്ന കാര്യം പറഞ്ഞു. അവിടെയും നമ്മൾ 6-ാം അധ്യായത്തിൽ നിന്നില്ല. നമ്മൾ 1-ാം അധ്യായം മുതൽ ഇസ്രായേലിൻ്റെ സഞ്ചാരപഥം നോക്കി അങ്ങനെ അവർ 5-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ യോർദാൻ കടന്ന് ഗിൽഗാലിലേക്ക് കടന്ന കാഴ്ച കണ്ടു. ഗിൽഗാലിൽ അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് പരിച്ഛേദനയേറ്റു. യാത്രയിൽ പരിച്ഛേദന ഏൽക്കാത്ത ആളുകളെല്ലാം അവിടെ വെച്ച് പരിച്ഛേദന ഏൽപ്പിച്ചു. പിന്നത്തേതിൽ അവർ പെസഹ ആചരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് യോശുവ അവരോട് പറഞ്ഞ കാര്യങ്ങളെ അക്ഷരം പ്രതി അവർ അംഗീകരിച്ചു, വിശ്വസിച്ചു, അതിന് പ്രകാരം പ്രവർത്തിച്ചു. അപ്പോൾ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായി. അതായത് കാഹള ഊതിയത് കൊണ്ടല്ല യെരിഹോ മതിൽ മറിഞ്ഞത് നമ്മൾ പറഞ്ഞു.
അവരുടെ നടുവിൽ പുരോഹിതന്മാരുണ്ട്. അവിടെ ലേവ്യ പുരോഹിതന്മാരെയാണ് നമ്മൾ കാണുന്നത്, അതായത് കെഹാത്യരായവർ. ആ കെഹാത്യരുടെ ചുമലിൽ പെട്ടകമുണ്ട്. പെട്ടകവുമായിട്ട് അവർ മുൻപോട്ട് വരുമ്പോൾ അവരുടെ മുമ്പിൽ 7 കാഹളവുമായിട്ട് 7 പുരോഹിതന്മാർ, അതായത് ഈ കെഹാത്യരുടെ കാര്യം തന്നെയാണ്, 7 പുരോഹിതന്മാർ അവരുടെ മുൻപിൽ നിൽക്കണം. അങ്ങനെയാണത് മാർച്ച് ചെയ്യേണ്ടത്. മാർച്ചിങ് ഓർഡറാണ് പറഞ്ഞത്. അങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുന്ന കാര്യം, അതായത് പട്ടണത്തെ ചുറ്റുന്ന കാര്യം, മതിലിനെ ചുറ്റുന്ന കാര്യം, അങ്ങനെ 6 തവണ ചുറ്റി പിന്നീട് 7ാമത് ചുറ്റുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. അവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉയർത്തിയ ഒരു ആശയമുണ്ട്. എത്ര പേർക്ക് മനസ്സിലായോ? അതായത് ഈ പഴയ നിയമത്തിൽ നിന്ന് ഇവർ ഈ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളമായിട്ട് വരികയാണെങ്കിൽ എന്തുകൊണ്ട് പെട്ടകം കൊണ്ടുവന്നില്ലെന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചു. അതൊക്കെ ഗഹനമായ ചോദ്യമാണ്. നമ്മുടെ സമൂഹം അത് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അതായത് ഈ കാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് വെച്ചൊരു പഠനമില്ല. പഴയ നിയമത്തിൽ നിന്ന് തങ്ങൾക്ക് ബോധിച്ചതുപോലെ കുറേ വാക്യങ്ങൾ എടുത്ത് ആളുകളെ രസിപ്പിക്കാൻ പാകത്തിന് പ്രസംഗിക്കും. ഇപ്പം ശരിയാക്കാമെന്നാണ് പറയുന്നത്. പ്രസംഗം തുടങ്ങുന്ന സമയത്ത് എന്താ വാക്യം വായിച്ചിട്ട് പറയുന്നത്? ഇപ്പം ശരിയാക്കി തരാമെന്ന്. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ശരിയാക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. അത് അവിടെ കൊണ്ട് അവസാനിക്കുക. അല്ലാതെ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധങ്ങളോ ഇതിൻ്റെ ആഴങ്ങളോ ഒന്നും വർണ്ണിച്ച് കേൾപ്പിക്കുന്നില്ല, പൊരുൾ തിരിക്കുന്നില്ല. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പുതിയ നിയമത്തിൽ തന്നെ നിന്ന് വേണേൽ പ്രസംഗിക്കും. അതിൻ്റെ ആഴങ്ങൾ അറിയണമെങ്കിൽ, അതിനെ തറപ്പിക്കണമെങ്കിൽ, ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിൽ ഇറങ്ങിപ്പോകേണ്ടി വരും. ഇപ്പോൾ ഞാനതിന് ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. എങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്നൊരു കാഴ്ചയാണ്, നിങ്ങൾ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് പൗലോസിലേക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഫിലിപ്പർക്ക്. ആ വാക്യം വായിച്ചിട്ട് എന്തെന്ന് പറയാനാ? കുറച്ച് കാര്യമൊക്കെ പറയാം. ഇങ്ങനെയായിരുന്നു നമ്മുടെ കർത്താവ് വെളിച്ചമായിരുന്നു, നിങ്ങൾ വെളിച്ചമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വെളിച്ചമായിട്ട് ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതേസമയം എങ്ങനെ നമ്മൾ വെളിച്ചമായി തീരുമെന്നുള്ള കാര്യം പറയണമെങ്കിൽ നേരെ പഠനം പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകേണ്ടി വരും. അവിടെ നിന്ന് ലേവ്യ പുസ്തകത്തിലേക്കും മറ്റ് പുസ്തകങ്ങളിലേക്കും ഒക്കെ കടന്ന് ഇതിൻ്റെ ആഴങ്ങളെ വർണ്ണിച്ച് കേൾപ്പിക്കുമ്പോഴാണ് എന്തെല്ലാം കാര്യങ്ങളാണ് വെളിപ്പെട്ട് വരുന്നത്. അവിടെയാണ് ആസിയിലെ പൊന്നിലവിളക്ക് കത്തി നിൽക്കുന്ന കാഴ്ച കാണുന്നത്. ആസിയിലെ തങ്കനിലവിളക്ക്, ദൈവത്തിൻ്റെ സഭയാം വിളക്ക്. ആ സഭയെന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മൾ ഒരുമിച്ചാണ്, വ്യക്തിപരമായി നാം ഓരോരുത്തരുമാണ്. അങ്ങനെ ആ വിളക്ക് എങ്ങനെ ഉണ്ടാക്കും? ആ വിളക്കിൽ എങ്ങനെയാണ് തിരി ഉണ്ടാക്കും? അതിലെങ്ങനെയാണ് കത്താനുള്ള എണ്ണ കൊണ്ടുവരേണ്ടത്? അങ്ങനെ ഇത് എങ്ങനെ കത്തി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സമയം എടുക്കും, ഇത്തിരി മെനക്കേടാ. അത് അന്വേഷിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത് പ്രസംഗിക്കുക എന്നുള്ളത്. അതിന് വരെ ഓടിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അവിടെ അവസാനിക്കുകയുള്ളൂ. എല്ലാം ഓടി നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞത്, കുറച്ച് ആൾക്കാർ പഴയ നിയമം പ്രസംഗിക്കുന്നു, കുറച്ച് ആൾക്കാർ പുതിയ നിയമം പ്രസംഗിക്കുന്നു. അതല്ലാതെ ദൈവസഭ എന്നുള്ളൊരു വെളിപ്പാടിലേക്ക് വന്ന്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് വന്ന് അത് അങ്ങനെ വെളിപ്പെടുത്തുന്നില്ല. ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ അവിടെ സഭ വെളിപ്പെടണം. സഭയെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഭയെക്കുറിച്ച് പ്രസംഗിച്ചാൽ അവിടെ ക്രിസ്തു വെളിപ്പെടണം. അതായത് സഭയിൽ ക്രിസ്തു മറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിൽ സഭ മറഞ്ഞിരിക്കുകയാണ്. ഇത് 2 ഓർമ്മയിലിരിക്കണം. നമ്മുടെ ഏത് പ്രസംഗവും ചെന്ന് എത്തുന്നത് ക്രിസ്തുവിലായിരിക്കണം. ഏത് പ്രസംഗവും ദൈവസഭയുടെ ഭാവി മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ പണിയെക്കുറിച്ചും അതിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കണം എവിടെ പോയി പ്രസംഗിച്ചാലും. ഉൽപ്പത്തി പോയി വേണേൽ നമുക്ക് പ്രസംഗിക്കാം, നോ പ്രോബ്ലം. വെളിപ്പാട് പുസ്തകത്തിൽ പോയി പ്രസംഗിക്കാം. എവിടെ പോയി നിന്ന് പ്രസംഗിച്ചാലും കൊള്ളാം. പ്രസംഗം ഇവിടെ വന്ന് അവസാനിച്ചോണം. നിത്യത മറന്നു പോകരുത്. നിത്യതയെ കുറിക്കുന്ന കാര്യങ്ങളാണ് പ്രസംഗത്തിൽ വെളിപ്പെട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ സഹോദരൻ പറഞ്ഞ കാര്യത്തെ നമ്മൾ ഒരളവിൽ ഖണ്ഡിച്ചു. അതിൻ്റെ ഗൗരവം മനസ്സിലായവർക്കാണ് അയ്യോ ഇത് സംഭവം ചെക്ക് പറഞ്ഞതാണല്ലോ എന്ന് മനസ്സിലാകുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ കേട്ടിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒത്തിരി മനുഷ്യരോട് വർത്തമാനം പറയേണ്ടി വന്ന ആഴ്ചയാണ്. അവരിൽ ചിലരെല്ലാം ചോദിക്കുന്നത്, അവരൊരു കുഴലൂതിന്നോർത്ത് നിങ്ങൾക്ക് എന്താ കുഴപ്പം? അവരാരെങ്കിലും ഉപദ്രവിച്ചോ? അവരവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അല്ല, നിങ്ങൾ ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ കിടന്ന് പറയണ്ടല്ലോ, അതിനേക്കാളും കേമമാണോ നിങ്ങൾ ഈ പറയുന്ന പെന്തിക്കോസ്ത്? ഇതെല്ലാം ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നത്. ഇതിനെല്ലാം മറുപടി പറഞ്ഞു വെക്കൂ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിരുന്ന് ഇങ്ങനെ വെടിപൊട്ടിക്കുന്നുണ്ടല്ലോ, ന്യൂജൻ പെന്തിക്കോസ് എന്തോ കുഴപ്പമാണെന്നൊക്കെ. അങ്ങനെയാണ് നിങ്ങളുടെ പെന്തിക്കോസ് എന്ന് പറയുന്ന ഈ ക്ലാസിക്കൽ പെന്തിക്കോസ്ത് അതത്ര കേമമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിനൊക്കെ കാരണം ഉണ്ടായത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പെന്തക്കോസ്തിനെ കുറിച്ച് ഒരു ഭാഗം ഇങ്ങനെ പറഞ്ഞു പോയായിരുന്നു. അത് ഒരു 10,000-20,000 പേരെങ്കിലും കുറയാതെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ.
അപ്പോൾ നാനാ തുറകളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. മെജോറിറ്റിയും അതിനോട് യോജിപ്പിലായിരുന്നു. എന്നാൽ മൈനോറിറ്റിക്ക് അത് കേട്ടങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വന്നു. ക്വസ്റ്റ്യനൊക്കെ ആർക്കും ചോദിക്കാമല്ലോ, ന്യായമായ ചോദ്യമാണ്. അതായത് നമ്മൾ ആ പറഞ്ഞ ഒരു പ്രസംഗം വെച്ചിട്ട് ഇവർ നമ്മളെ അനലൈസ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഈ പ്രസംഗിയുടെ ഉദ്ദേശം എന്താണ്, ഇയാളുടെ ലക്ഷ്യം എന്താണ്, ഇയാൾ കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെയാണ് പ്രസംഗിച്ചത്, ഇയാളുടെ പഠിപ്പീരെന്താണ്, ഇയാൾ 24/7 ക്രൂശിൻ്റെ ശത്രുക്കൾ, അതാണോ ഇയാളുടെ പ്രസംഗ വിഷയം? ഇയാൾ ജനിച്ചു വീണ അന്ന് ഇങ്ങനെ പറഞ്ഞാണോ തുടങ്ങിയത്? അത് ഇയാൾ വീണ്ടും ജനിച്ച അന്ന് ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാണോ തുടങ്ങിയത്? അല്ല, ഇയാൾ സ്നാനക്കുളത്തിൽ സ്നാനപ്പെടാൻ പോയല്ലോ, സ്നാനപ്പെട്ട് കരയിലേക്ക് കയറി വന്നപ്പോൾ മുതൽ ക്രൂശിൻ്റെ ശത്രുക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. അപ്പോൾ ഈ സൂം മീറ്റിംഗ് നമ്മൾ ആരംഭിക്കുന്ന കാലത്ത് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാണോ തുടങ്ങിയത്? ഇതൊക്കെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഏതാണ്ട് ഒരു 20 ആഴ്ചയ്ക്കടുത്തായിട്ടുണ്ടാവില്ല നമ്മൾ ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട്. അതിനു മുമ്പ് എത്രയോ ഗംഭീരമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആസിയിലെ പൊൻനിലവിളക്ക് എന്ന ഹെഡിങ്ങിന് കീഴിൽ രക്ഷയെക്കുറിച്ച് എന്തുമാത്രം കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു മക്കതോന്യ വിളി എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ, അതെല്ലാം പ്ലേലിസ്റ്റുകളായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. വിശ്വാസ സ്നാനത്തിൻ്റെ ആഴങ്ങൾ, ചരിത്രത്തിൽ നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ കൂട്ടു സഹോദരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിച്ച സമയങ്ങളുണ്ട്. അങ്ങനെ രക്ഷയും സ്നാനവും ചേർത്ത് വെച്ച് പഠിച്ച ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. അങ്ങനെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ക്രൂശ് വെളിപ്പെടുന്നു. അതായത് ആ ബലിപീഠം, കാൽവറിയിലെ ബലിപീഠം, അവിടെ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ കൈവിട്ട നിമിഷങ്ങൾ, നമ്മെ സ്നേഹിച്ച്, ഇതെല്ലാം അടുത്ത് നിന്ന് കണ്ടും കേട്ടും പറഞ്ഞു വന്നവരാ. എനിക്ക് തോന്നുന്ന ഒരു 5-6 ആഴ്ച പിറകിൽ നമ്മൾ 3 ന്യായവിധികൾ എന്ന് പറയുന്നൊരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം കേവലം 1000 പേര് താഴെയേ കേട്ടിട്ടുള്ളൂ. അതിങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 700-800 പേര് കേട്ടിരിക്കുന്നത്. അതായത് ആ സമയം മുതൽ ഇവിടം വരെ അതിങ്ങനെ ഉരുണ്ടുരുണ്ട് പോയിക്കൊണ്ടിരിക്കുക. വളരെ മനോഹരമായൊരു പ്രസംഗമാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾക്ക്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചിലതൊക്കെ ഈ എന്താ പറയുക, വിവാദങ്ങളായ കാര്യങ്ങളുമൊക്കെ, അങ്ങനത്തെ ഹെഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾ ഇടിച്ചാൽ കയറുന്നത്. 10,000-11,000 പേരൊക്കെ ചില പ്രസംഗം കേൾക്കുന്നത്. അതിനേക്കാളൊക്കെ കാമ്പുള്ളതും ഗൗരവമുള്ളതുമായ മെസ്സേജുകളൂടെ കിടക്കുക പുറകിൽ. ക്രൂശ് പ്രസംഗിച്ചിരിക്കുകയാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നത്തേതിലാണ് നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കളിലേക്ക് കടന്നത്. അല്ലാതെ നേരെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. ചിലർ എന്നോട് പറഞ്ഞേ, നിങ്ങളെ വിമർശിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അതെങ്ങനെ ബ്രദറിന് മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? അത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബ്രദർ എന്നെ വിമർശിക്കുകയാണോ എന്ന് ചോദിച്ചു. അത് നിങ്ങൾ ഈ എന്നോട് പറഞ്ഞ ആളുകളും എന്നെ വിമർശിക്കുകയാണല്ലോ. എൻ്റെ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ രീതി, അതിലെ അംഗചലനങ്ങൾ എല്ലാം വെച്ചിട്ടാണ് അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്തത്. വെരി ഗുഡ്. ഞാൻ കേട്ടിരുന്നിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞു, ഞാനത് വളരെ സന്തോഷത്തോടെ കേട്ടിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ദൈവവചനം മറിക്കുകയും വളച്ചൊടിക്കുകയും ജനത്തിൻ്റെ വിരുദ്ധ തെറ്റിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാനും ചില കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ആരോടും ശത്രുതയുണ്ടായിട്ടല്ല. അതായത് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെ തുറന്നു പറയുമെന്ന് പറഞ്ഞു അവരോട്. അവർക്ക് സന്തോഷമായിപ്പോയി. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സീരിയസ് ആയ പ്രസംഗങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പറഞ്ഞ ചുറ്റുപാട് നടക്കുന്ന ഈ കോലാഹലം ഒന്നും നമ്മളെല്ലാം കയറി പിടിക്കാറില്ല. എന്നാൽ ഇതിനകത്തൊരു ഗൗരവം ഉണ്ടെന്ന് കണ്ടതുകൊണ്ടും തോന്നിയതുകൊണ്ടുമാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ എന്താ ഉയർത്തിയത്? കാഹള ഊതിയതുകൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങളുടെ ചുമലിൽ പെട്ടകം വേണം. പെട്ടകവുമായിട്ട് നിങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് അത് നടക്കുന്നത്. ഇനി ഞാൻ അടുത്തൊരു കാര്യം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്, നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി. അവിടെ കൊണ്ട് ഞാൻ ആ ഭാഗം വിടും. അതായത് പഴയ നിയമത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ഈ കാഹള ഊതുന്ന കാര്യത്തിലേക്ക് ഇവർ വന്നല്ലോ. പഴയ നിയമത്തിലെ ഒരു സംഭവമാണത്. പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ കാഹള ഊതുന്ന കാര്യവും, യുദ്ധത്തിന് പോകുമ്പോഴും, അങ്ങനെ പല കാര്യത്തിലും. അത് അക്ഷരികമായൊരു കാര്യമാണ്. അത് ഇവിടുത്തെ പെന്തിക്കോസ്തുകാർ കൈകാര്യം ചെയ്തു, തൃപ്തിയായി. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ ഏറ്റവും സീരിയസ് ആയ ശുശ്രൂഷ എന്ന് പറയുന്നത് ധൂപാർപ്പണമാണ്. സമാഗമന കൂടാരത്തിൽ, പിന്നത്തേതിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത്, ഹോളി പ്ലേസിൽ, അവിടെയുള്ള ഇൻസെൻസ് ഓൾട്ടറിൽ അഥവാ സുഗന്ധ ധൂപപീഠത്തിൽ അർപ്പിക്കുന്ന പരിമള ധൂപം എന്ന് പറയുന്നതാണ് ഏറ്റവും സീരിയസ് ആയ ശുശ്രൂഷ.
പഴയ നിയമത്തിലെ ഗംഭീര ശുശ്രൂഷകളിൽ ഒന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് യാഗാർപ്പണമുണ്ട്. യാഗാർപ്പണത്തിൻ്റെ തുടർച്ചയെന്നോണം അതിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നതാണ് ധൂപാർപ്പണം എന്ന് പറയുന്നത്. അത് രണ്ടും കൂടെ പൂർത്തീകരിച്ചിട്ടാണ് പുരോഹിതൻ ശുദ്ധീകരണത്തോടെ മടങ്ങി പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ ധൂപാർപ്പണമുണ്ട്. അവർ ധൂപക്കുറ്റി വീശുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ധൂപക്കുറ്റി വീശുന്നില്ല? നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ ആ ധൂപക്കുറ്റി വലിയ താമസമില്ലാതെ ഒന്ന് വീശണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാഹളം നമ്മൾ കയ്യിലെടുത്തു, ആ സ്ഥിതിക്ക് നമുക്ക് ധൂപക്കുറ്റിയും കൂടെ വീശാമല്ലോ. ധൂപക്കുറ്റിയും കൂടെ വീശാം. ഐക്യദാർഢ്യപ്പെടുക, ഐക്യദാർഢ്യപ്പെടുക. നമ്മൾ ഈ കാര്യങ്ങളോടൊക്കെ ഐക്യദാർഢ്യപ്പെടുക. നമ്മളിങ്ങനെ ഈ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കുഴൽ മാത്രം പിടിക്കേണ്ടവരല്ല, മറു സൈഡിൽ നമ്മൾ ധൂപക്കുറ്റി വീശണം. അങ്ങനെ പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ എടുക്കണം. ഒത്താൽ പരിച്ഛേദനയും കൂടെ അങ്ങ് പ്രസംഗിക്കുക. ഇനിയിപ്പോൾ എന്താ അമാന്തിക്കണം, അതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ സഹോദരങ്ങൾ ഓർക്കുക, പഴയ നിയമം എന്ന് പറയുന്ന നിഴലാണ്. അവിടെ അക്ഷരീയമായി ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുതിയ നിയമത്തിൽ അക്ഷരീയമായി അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ല. അതിന് നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടില്ല, നമ്മളെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ നയിച്ചിട്ടില്ല. അതിനുള്ള വചനങ്ങളും കാര്യങ്ങളും നമ്മുടെ മുമ്പിലില്ല. ഒരുവൻ കർത്താവിനാൽ വേലയ്ക്ക് വിളിക്കപ്പെട്ടവനാണെങ്കിൽ, അവൻ പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ, നിശ്ചയമായും പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും, വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കും. അങ്ങനെ അതിൻ്റെ ആഴങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു വ്യക്തിക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് ദൈവസഭയെ ശുശ്രൂഷിക്കാൻ കഴിയും. അതല്ല, ഈ വെളിപ്പാടുകളിൽ അല്ലെങ്കിൽ അവർ മണ്ടത്തരങ്ങളെ പറയും. ജനം ആ മണ്ടത്തരം വിശ്വസിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്ക് അതങ്ങനെയല്ല എന്ന് ഒരു ശബ്ദം കിടക്കട്ടെ, വേറിട്ടൊരു ശബ്ദം കേൾക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില മനുഷ്യർക്ക് 100-ൽ-1 അല്ല വേണ്ട 1000-ൽ-1 അങ്ങനെ ഒരാൾക്ക് ഒരു സന്ദേഹം വരികയാണ്, കർത്താവ് ഇത് ശരിയാണോ, എനിക്കിതിനൊരു ഉത്തരം കിട്ടണമല്ലോ, ഇത് ആരോട് ചോദിക്കും, ഇതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടാവുമോ എന്നൊരു ചിന്തയിൽ അവരിയ്ക്കുമ്പോൾ അവരെന്തെങ്കിലും കാര്യത്തിനകത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. കുഴലൂതുന്ന കാര്യത്തെക്കുറിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന ഈ പ്രസംഗം അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവരിങ്ങനെ കേട്ട് തുടങ്ങുമ്പോൾ അവർക്കൊരാശ്വാസമാവും. ഞാൻ പറഞ്ഞ 1000-ൽ-1 അപ്പോൾ ബാക്കിയുള്ള 999-നോ ഒരാശ്വാസം ഉണ്ടാവില്ല. അവർ കുഴലൂതി അങ്ങനെ പോകും. ആ 999-ന് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രസംഗിക്കുന്നത്, ഒരുത്തിന് വേണ്ടിയിട്ടാണ്. അയ്യോ പാസ്റ്ററെ അതല്ലേ കൂടുതൽ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരുത്തനെ മതി. കാഹളം ധനിക്കുമ്പോൾ ഇവനാ കേൾക്കുള്ളൂ. ബാക്കി 999 ആട്ടിൻകൊമ്പിൻ്റെ കാഹളം കേട്ടോണ്ടിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ സത്യാന്വേഷി അവൻ കാഹളം ധനിക്കുമ്പോൾ കേൾക്കും, അവൻ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. എന്താ അവൻ്റെ ചോദ്യം, എന്താ അവൻ്റെ അന്വേഷണം? ഇത് ശരിയാണോ? ഇങ്ങനെയാണോ പുതിയ നിയമസഭയിലെ ശുശ്രൂഷ? ഇതാണോ അതിൻ്റെ പാറ്റേൺ? ഇതാണോ പർവ്വതത്തിലെ മാതൃക എന്നൊക്കെ ആ സഹോദരൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിന് മറുപടിയാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ. പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വേറെ ഒരു ആത്മാവിലാണ് ആ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. തുടർന്ന് ഞാൻ മുൻപോട്ട് വരുമ്പോൾ ഇതുപോലെ പെന്തിക്കോസ്തിൻ്റെ നടുവിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ വീണ്ടും പഴയ നിയമ ആചാരങ്ങളെയൊക്കെ പുൽകിയ ഒരാളുടെ കാര്യം ജസ്റ്റ് ഒന്ന് ഹിൻഡ് ചെയ്ത് വിടാം. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാനത് സൂചിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ നാന്ദി എന്നോണമാണ് തുടക്കത്തിൽ ഈ പറഞ്ഞത്. പഴയ നിയമവും പുതിയ നിയമവും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്, ഇത് സൂക്ഷിച്ച് പഠിക്കണം. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ പെന്തക്കോസ്തിനെ തകർക്കാൻ ആർക്കും കഴിയില്ല, പെന്തക്കോസ്തിനെ അങ്ങനെ ഇല്ലാതെയാക്കാനൊന്നും കഴിയില്ലെന്നുള്ള രീതിയിൽ ഒക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ പല രീതിയിലല്ലേ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്, പല രീതിയിൽ. അവർക്കെല്ലാം വേണ്ടി വീണ്ടും ഞാൻ ആ കാര്യത്തെ ഒന്നുകൂടെ സൂചിപ്പിക്കാം. പിന്നെ സൺഡേയിലെ മെസ്സേജിൽ ഞാൻ ഈ പെന്തക്കോസ്റ്റുമായി ബന്ധപ്പെട്ട ചില പദപ്രയോഗങ്ങൾ നടത്തി. അത് വെളിയിലുള്ള ആളുകളാണ് കൂടുതൽ കേൾക്കുന്നത്. അതായത് എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെയുള്ള സഹോദരങ്ങൾ കേൾക്കുന്നൊരു മെസ്സേജാണ്. അവിടെ രക്ഷയെക്കുറിച്ച് സ്നാനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ പെന്തക്കോസ്ത് എന്നുള്ള പദമൊക്കെ ഇടയ്ക്ക് വരും. അപ്പോൾ അവർക്കൊരു സംശയം, ആഹാ നിങ്ങൾ മാത്രമേ പോവുള്ളൂ എന്നൊക്കെ ഒരു ചോദ്യമായിട്ട് അവർ വരും. അവർക്കുള്ള മറുപടി ഞാൻ പിന്നെ കൊടുത്തോളാം. ഈ ബാക്കിയുള്ളവരോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ പെന്തക്കോസ്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് സാമാന്യം ചിന്തിക്കുന്നവർക്കെല്ലാം മനസ്സിലായി, സാമാന്യം ചിന്തിക്കുന്നവർക്ക്. അതിനിടയിൽ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ഒരു ശക്തിക്കും ഈ സംവിധാനത്തെ തകർക്കാൻ കഴിയില്ല, ആരെക്കൊണ്ട് സാധ്യമല്ല. കാരണം ഫിലിപ്പിൻ്റെ കൈസരിയെ വെച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ അതിനെന്തിനാ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞേ? അതാണ് പലരെയും കുഴച്ചത്. ഞാൻ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചതാണ് പലർക്കും അനിഷ്ടമായി തീർന്നത്. പെന്തക്കോസ്ത് എന്ന് പറയണമെന്ന്. അതായത് ഈ ലോകക്കാർ പൊതുവേ നമ്മെ വിളിക്കുന്ന പേരാണല്ലോ പെന്തക്കോസ്തുകാരെന്ന്.
അത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ദൈവമക്കളാണ്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രേ ഉള്ളൂ, ഞങ്ങൾ ദൈവമക്കളാണ്. കാൺവീൻ, ഞങ്ങൾ ദൈവമക്കളാണ്. അതാണ് ഞങ്ങളുടെ ടൈറ്റിൽ. പിന്നെ ആളുകൾ ഞങ്ങളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നുണ്ട്, പിന്നെ ആളുകൾ ഞങ്ങളെ പെന്തിക്കോസുകാരെന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ പിന്നാലെ വന്ന കാര്യങ്ങളാണ്. അതൊക്കെ പുറത്തുനിന്ന് ഞങ്ങൾക്ക് ചാർത്തി കിട്ടിയ ചാർത്തുകളാണ്. അതേസമയം പുസ്തകം ഞങ്ങൾക്ക് ചാർത്തി തന്നിരിക്കുന്ന വലുവനായ ദൈവം നമ്മെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ദൈവമക്കളെന്നാണ്. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അവൻ്റെ വിത്തിനാൽ വീണ്ടും ജനിച്ച അവൻ്റെ പുത്രന്മാരെന്ന നിലയിലാണ് നമ്മെ ദൈവമക്കളെന്ന് വിളിക്കുന്നത്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. പിന്നെ ഞാൻ ഈ പെന്തക്കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിൽ ഇത്രയേ ഉള്ളൂ. വാസ്തവമായി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം എന്താണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യർ, യോഹന്നാൻ 3 എന്താണെന്ന് തിരിച്ചറിഞ്ഞവർ, അതുപോലെ യോഹന്നാൻ 6 എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം അവർ. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞു വന്ന് വീണ്ടും ജനനാനുഭവത്തിലൂടെ വചനമാകുന്ന വിത്തകത്ത് വന്ന് വീണ്ടും ജനിച്ച് പിന്നത്തേതിൽ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തി അങ്ങനെ മുൻപോട്ട് കൊണ്ടുവന്ന് വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ, അതായത് രക്ഷിച്ചവനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന പ്രക്രിയ. അങ്ങനെ വിശ്വാസ സ്നാനത്തിന് ഏൽപ്പിക്കപ്പെട്ട് കാത്തിരുന്ന ആത്മസ്നാനം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകൾ ആരാരെല്ലാമാണോ, അത് മാത്രമല്ല അവർ ഈ പുസ്തകം മുഴുവനുമായിട്ട് അംഗീകരിക്കുന്നവരായിരിക്കണം. അവരിത് മുഴുവനുമായിട്ട് അംഗീകരിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന പെന്തിക്കോസ് ലോകത്തുള്ള ആളുകൾ ഈ പുസ്തകത്തെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇതിലെ എല്ലാ വാക്യങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും അല്ലാതെ ഓൾഡ് ജനറേഷൻ പെന്തിക്കോസ്റ്റും ഏത് കോസ്റ്റും ആയാലും കൊള്ളാം, അവരെല്ലാവരും ഇതിലെ എല്ലാ വാക്യങ്ങളും അംഗീകരിക്കുന്നില്ല. ഞാൻ പെന്തക്കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലെ ഒരു വള്ളിയോ പുള്ളിയോ, ഇതിലെവിടെയെല്ലാം എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ അതെല്ലാം അങ്ങനെ തന്നെ. ഇപ്പോൾ ചില കറികളൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് ഈ കറിവേപ്പില ഇടും. ഞാൻ ചില സമയത്തൊക്കെ അത് മാറ്റി വെക്കാറാണ് പതിവ്. അപ്പോൾ എനിക്കറിയാവുന്ന 1-2 പേരുണ്ട് പ്രായമുള്ളവർ, അതൊന്നും മാറ്റി വെക്കാൻ പാടില്ല, അതെല്ലാം കഴിക്കണമെന്ന് പറയും. അതിനകത്ത് ഇട്ടിരിക്കുന്ന ആ കറിവേപ്പിലയൊക്കെ അതൊക്കെ വാരി തിന്നോണമെന്ന്. ഇതിനകത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം കഴിക്കണം, ഒന്നും എടുത്ത് കളയാൻ പാടില്ലെന്നാണ് അവർ ശടിക്കുന്നത്. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത്. അതൊരു സത്യമാണ്, വാസ്തവമാണ്. കറിവേപ്പിലയിലൊക്കെ വലിയ വലിയ കാര്യങ്ങളായിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് അതെടുത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളത്. ആ സ്വഭാവത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ഞാനും കാംക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വിടുതൽ കിട്ടിയിട്ടില്ല, അതെടുത്ത് മാറ്റി വയ്ക്കാറാണ് പതിവ്. അതുപോലെ ഇതിനകത്ത് ചില കറിവേപ്പിലകളുണ്ട്. ആ കറിവേപ്പിലകളൊക്കെ ഇവിടെ പുറത്തെടുത്ത മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ ഈ ഇന്നത്തെ പെന്തിക്കോസ് ലോകത്തെ പാസ്റ്റർമാർ കേൾക്കുകയാണ്. അവർ വിചാരിക്കുന്നത് എൻ്റെ ദൈവമാർക്ക് എന്നെ തൻ്റെ ഇടവാണെന്ന്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മധുരം ഇട്ടൊരു ചായ മേടിച്ച് തന്നിട്ട് ഏത് പാത്രം വിടാവുള്ളൂ. കാരണം അവരുടെ ജമ്മത്ത് പ്രസംഗിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിച്ച മനുഷ്യരാണ് നമ്മൾ. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും 8-9 വാക്യമൊക്കെ എടുത്തു വെച്ച് നമ്മൾ പ്രസംഗിച്ചില്ലേ. ഏത് ചർച്ചയിൽ പ്രസംഗിക്കാൻ പറ്റും? മധുരം ഇട്ടതോ ഇടാത്തതുമായ ചായ ഞാൻ മേടിച്ചു കൊടുക്കാം, അവരെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കാമെങ്കിൽ. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് കുറിവാക്യം വെച്ചുകൊണ്ട് എത്ര പാസ്റ്റർ പ്രസംഗിക്കും? ഇതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെല്ലാം കറിവേപ്പിലകളാണ് ഇന്നത്തെ പെന്തിക്കോസ്റ്റിന്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 ഇടുക്കുവാതിലൂടെ കടപ്പീൻ, ഞെരുക്കമുള്ള വഴി കണ്ടെത്തുവീൻ, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ഈ വാക്യമൊക്കെ എടുത്ത് ആരാ പ്രസംഗിക്കുന്നത്? ഇതെല്ലാം ഈ മാറ്റി വയ്ക്കുന്ന കറിവേപ്പിലയാണ്. ഞാൻ പറഞ്ഞ ന്യൂ ജനറേഷൻകാരുടെ കാര്യമല്ല, അവരുടെ ഒന്നുമല്ല, അല്ലാത്ത പെന്തിക്കോസിൻ്റെ കാര്യം. അവരിതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ പറയുമ്പോൾ വലിയ നീളമൊക്കെ പറയും. ഈ പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് എണ്ണിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞെരങ്ങി ആവലോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെയാണ് ഞാൻ പെന്തിക്കോസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ IPC AG ഷാരോൺ ഇൻഡിപെൻഡൻ്റ് ഒന്നും അല്ല ഉദ്ദേശിച്ചത്. അത് ആരാരെല്ലാമാണോ ഈ പറയപ്പെട്ട നിലയിൽ വീണ്ടും ജനനം പ്രാപിച്ച് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് അത് സന്തോഷത്തോടു കൂടി കാത്തിരുന്ന ആത്മസ്നാനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, വചനത്തെ അതുപോലെ തന്നെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ രസിക്കുന്ന അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യർ, അവരുടെ ഒരു ചിന്തയാണ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല ക്ഷേമത്തിന് വേണ്ടിയാണ്, ദോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല. അതാണ് അവരുടെ വിശ്വാസവും ബോധ്യവും. ജീവിതത്തിൽ എന്ത് കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും അതെല്ലാം ക്ഷേമത്തിനാണ്. അത് സാധാരണ ആളുകൾക്ക് പറയാൻ പറ്റുമോ? കൊടുങ്കാറ്റടിക്കുന്ന ക്ഷേമത്തിനാണോ? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് പെന്തിക്കോസ്തുകാർ. എല്ലാവർക്കും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നേ. ഞാൻ ചലഞ്ച് ചെയ്യാം.
നിങ്ങളുടെ വണ്ടിക്ക് 4 ടയറും ഉണ്ട്, പെട്രോളും ഉണ്ട്, അത് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് പഞ്ചറായാലോ, അല്ല ഒരു ടയർ ഊരിപ്പോയാലോ, അന്നേരം അങ്ങനെ പറയുമോ? സഹോദരങ്ങൾ കേൾക്കണം, ഞാൻ കാര്യം തുറന്നു പറയുക, ഞാൻ മനസ്സിലാകുന്ന ഭാഷയിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങൾ പെന്തിക്കോസുകാരാണോ എന്ന് ചിന്തിച്ച് മടങ്ങാം ഇന്ന് നമുക്ക്. ഇപ്പം നല്ല ആരോഗ്യത്തോടിരിക്കുക, എല്ലാ കാര്യങ്ങളും ഓക്കെ. ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെയൊന്ന് പൊക്കിയാൽ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ പൊങ്ങി വരും. അതേസമയം നാളെ ഇതൊന്നും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നാലോ? കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതി രാത്രിയിൽ, അതായത് ഈ വാച്ച് നൈറ്റ് സർവീസിന് ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഞാൻ പറഞ്ഞ തോമസ് ചേട്ടൻ, അദ്ദേഹം ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ആ പ്രിയപ്പെട്ടവൻ അവരുടെ ചർച്ചിൽ രാത്രി ആ സർവീസിന് പോയപ്പോൾ അവസാനം സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചതാ. ഇന്ന് അദ്ദേഹം എന്നോട് ഒരു 2 മണിക്കൂർ മുമ്പ് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഈ വചനങ്ങളൊക്കെ കേട്ടതുകൊണ്ട് കർത്താവ് വിടുവിക്കുന്നതാണ് എൻ്റെ വിശ്വാസം, ഒരല്പം കാഴ്ച മതിയെന്നേ. ഉയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനിന്ന് നിങ്ങളോട് കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കൊതിച്ചാ വന്നത്. പക്ഷേ ഈ കറണ്ട് നമ്മളെ ചുറ്റിച്ച് കളഞ്ഞു. കാരണം നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് സഹോദരങ്ങളെ. നമ്മൾ പ്രസംഗം മാത്രം പോരാ, നമ്മൾ ഒരുമിച്ചിരുന്ന് ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതല്ലേ? വേറെ ആരാ പ്രാർത്ഥിക്കാനുള്ളത്? നമ്മളല്ലാതെ. ചോദ്യം ഇത്രേ ഉള്ളൂ ദൈവസന്നിധിയിൽ, ഒരു ഇറ്റ് കാഴ്ച. അല്ലാതെ നിങ്ങളുടെയൊക്കെ കണ്ണിങ്ങനെ തെളിഞ്ഞും ബൾബ് പോലെ ഇരിക്കുന്ന പോലെ അല്ല ചോദിക്കുന്നത്, അങ്ങനെയൊന്നും അല്ല. ഒരു ഇറ്റ് കാഴ്ച, ഒരു വെളിച്ചം പോലെ, ഒരു നിഴൽ പോലെ ഒന്ന് നടന്നു പോയാൽ മതി. ഒരു ചെറിയ വെട്ടം, ഇപ്പം ഈ നമ്മൾ വലിയ ടോർച്ച് അടിക്കുമല്ലോ, വലിയ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഒരു ടോർച്ച് കൊണ്ടുവരില്ലേ, അത് അടിച്ചാൽ ഭയങ്കര വെട്ടമാണ്. ഞങ്ങളുടെ നാട്ടിലെ എവറഡി ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ചെറിയ വെട്ടമുള്ളൂ. അപ്പം ആ ചെറിയ വെട്ടം പോലൊരു വെട്ടമാണെങ്കിലും തരണമേ. ഇങ്ങനെ നടന്ന് ചെന്നിട്ട് ആ ടോയ്ലറ്റിൻ്റെ ആ ലോക്കൊന്ന് തുറക്കണ്ടേ, തപ്പിത്തടയാതെ തന്നെ ഒന്ന് കാണാൻ, അത്രയേ ചോദിക്കുന്നുള്ളൂ. അത് ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കണമല്ലോ. അപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞതെന്നറിയാമോ? കർത്താവ് ചെയ്യും. ഇനി അങ്ങനെ സംഭവിച്ചില്ലേലും ഈ സത്യങ്ങൾ കേൾക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു, ഒന്നും സാരമില്ല. പക്ഷെ ഞാനത് കേട്ടിരിക്കുമ്പോൾ എനിക്ക് വിഷമമല്ലേ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ? തിരിച്ചു പറയുമ്പോൾ ഇനിയുള്ള ശിഷ്ടകാലം, മുൻപോട്ടുള്ള പ്രയാണത്തിൽ തനിക്ക് എവിടം വരെ സമയം വെച്ചിട്ടുണ്ടോ ആ സമയം വരെ തപ്പിത്തടയാതെ ഒന്ന് മുന്നോട്ട് പോകണ്ടേ അല്ലേ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ? അത്രയൊരു ആഗ്രഹമുള്ളൂ സഹോദരങ്ങളെ. ഇത് അത്യാഗ്രഹമാണോ? ഇതൊരു അഹങ്കാരമൊന്നുമല്ലല്ലോ. ഒരുവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ സൃഷ്ടിയായ നിന്റെ ദാസൻ വിശേഷാൽ ഇന്ന് നിന്റെ പ്രിയമകനായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് കണ്ടോ? കർത്താവ് നടത്തും, ഇല്ലേലും സാരമില്ല. ഇവിടെയാണ് ഞാൻ പറയുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന്. കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങൾ പോലെ അല്ല സഹോദരങ്ങളെ, അത്ര സീരിയസ് അല്ലേ. ഇപ്പം ഈ കണ്ണുള്ളത് കൊണ്ടല്ലേ നമ്മളിരുന്ന് ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഭാഗത്ത് ഒരു പ്രതിസന്ധി നേരിട്ടാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾക്കത് കാണാൻ, ചിന്തിക്കാൻ, നിങ്ങൾക്കത് ഭാവന കാണാൻ കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനത് വലിയ ഗൗരവത്തിലാണ് എടുക്കുന്നത്, വലിയ ഗൗരവത്തിൽ. അപ്പോൾ അതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ പറയുകയാണ്, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. കണ്ണുണ്ടെങ്കിലും കൊള്ളാം, കണ്ണില്ലേലും കൊള്ളാം, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും? സ്വർഗ്ഗം സന്തോഷിക്കും വിശുദ്ധന്മാരങ്ങനെ പറയുമ്പോൾ. ഇവരെയാണ് ഞാൻ പെന്തിക്കോസ്തുകാരെന്ന് വിളിക്കുന്നത്, ഇത്തരക്കാരെയാണ് പെന്തിക്കോസ്തുകാരെന്ന് വിളിക്കുന്നത്. അല്ലാതെ 1000 രൂപ സ്വോത്രകാഴ്ച ഇട്ടവനെയോ 10000 രൂപ സ്വോത്രകാഴ്ച ഇട്ടവനെയോ ഒന്നുമല്ല. വിട്ടുപൊക്കോ, അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ കർത്താവിനെ സ്നേഹിക്കുന്നവർ, ബൈബിൾ പറയുന്നു കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന്. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ്. പൗലോസ് പറയുന്നു ഈ സ്നേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഈ വക കാര്യങ്ങൾക്കൊന്നും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. തന്നെ വേർപിരിക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെ ഗാഢമായൊരു ബന്ധം അതല്ലേ എങ്ങനെ ഉരുത്തിരിഞ്ഞതാണ്? വചനത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ്, ദൈവവചന കേൾവിയിലൂടെ പരിശുദ്ധാത്മാവ് നയിച്ചതാണ് ആഴമേറിയൊരു സമർപ്പണത്തിലേക്ക് അല്ലേ. അതൊരു വലിയ സമർപ്പണമാണ്, അതൊരു സമർപ്പണം കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു മറുപടി ഇത്രയേ ഉള്ളൂ, ഒരല്പം വിശദീകരിച്ച് പോയെന്ന് മാത്രം, ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദൈവവചനം അനുസരിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്ന ആളുകളെയാണ് ആ ക്രമത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ നിശ്ചയമായും കാഹളം കേൾക്കും സഹോദരങ്ങളെ. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. അങ്ങനെ ആകർഷിക്കപ്പെട്ട് വന്നവരെ ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർപ്പിക്കും.
ലോകത്തിലെ സകല മനുഷ്യരെയും വലുവനായ ദൈവം ആകർഷിക്കുന്നുണ്ട്, എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷണ വലയത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ചുരുക്കം മനുഷ്യരാണ് ആഗ്രഹിക്കുന്നുള്ളൂ. ഭൂരിപക്ഷം ആളുകളും വികർഷിക്കും. അതാണ്, പല നിലകളിലാണ് ആകർഷിക്കുന്നത്. അത് മനുഷ്യരിലൂടെ ആകർഷിക്കും, പ്രകൃതിയിലൂടെ ആകർഷിക്കും. അങ്ങനെ ഒത്തിരി രീതികളുണ്ട് ആകർഷിക്കാൻ. ആകർഷിച്ചു കഴിഞ്ഞാൽ അവനെ സുവിശേഷം കേൾപ്പിക്കും. സുവിശേഷത്തിലൂടെ അവൻ്റെ കണ്ണ് തുറക്കും. അങ്ങനെയാണ് അവനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇതാണ് പാറ്റേൺ, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ കാര്യത്തിനും ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടിയെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഞാൻ പൊതുവായ കുറേ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. വാക്യങ്ങളൊക്കെ നമുക്ക് പിന്നാലെ വായിക്കാം. പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞു വരാനുണ്ട്. ഓക്കെ, അടുത്തൊരു കാര്യം, ഇവിടെ ഈ ഉണർവിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ. ബാംഗ്ലൂരിലൊക്കെ നടക്കുന്ന ഉണർവ്, അതുപോലെ ഇങ്ങനത്തെ ഉണർവുകളൊക്കെ വലിയ സംഭവമായിട്ടൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ട്. ഞാനത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഉണർവായിട്ട് ഒരിക്കലും അംഗീകരിക്കാത്തയാളാണ്. പക്ഷെ ഞാൻ അവരെയൊന്നും ഹരാസ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ കൂട്ടു സഹോദരങ്ങളോട് അത് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. പബ്ലിക്കലി ചെന്ന് മൈക്കെടുത്ത് വെച്ച് വിളിച്ചു പറഞ്ഞ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവിലാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, വ്യക്തികളിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്, അവരുടെ ചിന്താമണ്ഡലങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ഉണർവല്ലത്. അത് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു ഉണർവാണ്. അതുകൊണ്ടാണത് സ്പ്രെഡാകാതെ പോകുന്നത്, അത് എല്ലായിടത്തേക്കും ഒന്നും എത്തപ്പെടാതെ പോകുന്നത്. അവരുടേതായ ആ മൈൻഡ് സെറ്റിംഗ് ഉള്ള ആളുകൾ, അത്തരക്കാർ മാത്രമാണ് അവിടെ ഓടിക്കൂടുന്നത്. അത് ലോകത്തിൻ്റെ നാനാ കോണുകളിലുണ്ട് ആളുകൾ. അയർലൻഡിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അവരൊക്കെ കിട്ടിയ വണ്ടിക്ക് കയറിയാണ് പോന്നിരിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ മാത്രം അവിടെ കൂടിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാത്ത ഉണർവുകൾ മലയാളക്കരയിൽ സംഭവിച്ചിട്ടുള്ള ചരിത്രം ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്. അതായത് മലയാളക്കരയിലെ വിഖ്യാതമായ ഉണർവുകളിലൊന്നാണ് കന്നീറ്റിലെ ഉണർവ്. കന്നീറ്റുണർവ് നിങ്ങൾ ചിലരൊക്കെയാണ് കേട്ടിട്ടുണ്ടാവുള്ളൂ, വലിയ പങ്ക് ആളുകളും കേട്ടിട്ടുണ്ടാവില്ല. കന്നീറ്റ് എവിടെയാണെന്ന് പോലും പിടിയുണ്ടാവില്ല. അത് കഴിഞ്ഞ് പെന്തക്കോസ്റ്റ് മൂവ്മെൻ്റ് ആരംഭിക്കുന്ന കാലത്ത് പിന്നത്തേതിൽ തുവയൂരിലും പൂവത്തൂരിലും ഒക്കെ ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ പരിശുദ്ധാത്മാവിനാലുള്ള ഉണർവാണ്. ആ ഉണർവിലേക്ക് സഞ്ചരിച്ച വഴികളുണ്ട്. ഒറ്റ ദിവസം കൊണ്ടല്ല ഉണർവ് സംഭവിച്ചത്. ആ ഉണർവിലേക്ക് നയിക്കപ്പെട്ട വഴികളും വഴിത്താരകളുമുണ്ട്. അത് പിന്നീട് ജനത്തെ ഉണർത്തപ്പെട്ടവർ ഒരുമിച്ച് കൂടി, കൂട്ടായ്മകൾ ആചരിക്കപ്പെട്ടു, അപ്പം നുറുക്കപ്പെട്ടു, വിശ്വാസ സ്നാനങ്ങൾ, ആത്മസ്നാനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും. അങ്ങനെ സ്ഥാപിതമായ സഭകളൊക്കെ ഇന്നുമുണ്ട് അവിടെയൊക്കെ. തുവയൂരിലും പരിസര പ്രദേശങ്ങളിലും ഈ പറഞ്ഞ പൂവത്തൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ. അതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ പല സ്ഥലങ്ങളുടെ പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഉണർവുകൾ, കൊച്ചു കൊച്ചു ഉണർവുകൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെയുള്ള പല ഈ നാമധേയ കൂട്ടങ്ങളെല്ലാം അടച്ചുപൂട്ടിയിട്ട് ആ ജനമെല്ലാം ഒന്നടങ്കം ആരാധനയ്ക്ക് കൂടിയ ഇടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ മുൻപ് 1800കളുടെ ഒടുവിൽ മലയാളക്കരയിൽ ഏറ്റവും പ്രസിദ്ധമായൊരു ഉണർവെന്നുള്ള നിലയിൽ പരിഗണിക്കാവുന്ന ഉണർവാണ് കന്നീറ്റിലെ ഉണർവ്. അതായത് കരുനാഗപ്പള്ളിക്കും തേവലക്കരയ്ക്കും പരിസരത്ത് അതിനടുത്തുള്ളൊരു സ്ഥലമാണ് കന്നീറ്റ്. ആ ഉണർവ് നടന്ന സ്ഥലം ആഴ്ചകളോളം അവിടെ ഉണർവ് നടന്നു. ആ ഉണർവിൻ നായകൻ്റെ പേരാണ് യുസ്തൂസ് ജോസഫ് എന്ന് പറയുന്ന വിദ്വാൻകുട്ടി. യുസ്തൂസ് ജോസഫ് എന്ന് പറയുന്ന വിദ്വാൻകുട്ടിയാൽ നയിക്കപ്പെട്ട ഉണർവ്, അതാണ് കന്നീറ്റിലെ ഉണർവ്. എന്തായിരുന്നു? പ്രവചനമാകട്ടെ, ആരാധനയാകട്ടെ, വചന ശുശ്രൂഷകളാകട്ടെ തീ പാറുന്ന നിലയിലായിരുന്നു. അതൊന്നും വ്യാജമായ കാര്യങ്ങളല്ല, ആത്മാവിനാൽ നയിക്കപ്പെട്ട മനുഷ്യർ തന്നെയാണ് അവരൊക്കെ. പക്ഷേ ആ ഉണർവിൻ്റെ ഒടുക്കം വന്നപ്പോഴത്തേക്കും സംഭവം പാളിപ്പോയിട്ട് ഇന്ന സമയത്ത് ഇത്ര മണിക്ക് കർത്താവ് വരുമെന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. ഇത്ര മണിക്ക് ഇത്ര സമയത്ത് കർത്താവ് വരുമെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ സമയത്ത് അവർ വാച്ച് നോക്കിക്കൊണ്ടിരുന്നത് മിച്ചം, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ആ സമയത്ത് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ തുടക്കം ഞാൻ മറന്നുപോയല്ലോ. നമ്മൾ സാധാരണ പാടാറുള്ളൊരു പാട്ടാണ്. അതായത് കാന്ത വരുവാൻ എന്താ അല്ലല്ലോ, പാട്ട് മറന്നുപോയല്ലോ. യുസ്തൂസ് ജോസഫിൻ്റെ ആ പാട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ആ സമയത്ത് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടിലെ വരികൾ, അത് ഇന്ന് നമ്മൾ ബ്ലൈൻഡായിട്ട് ആ വരികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രത്യാശാനിർഭരമായ വരികളാണെന്ന് തോന്നിപ്പോവും. സത്യത്തിൽ അന്ന് ഈ പറഞ്ഞ 12 മണി സമയത്ത് വരാത്തത് കൊണ്ട് അദ്ദേഹം നിമിഷകവിയാണ്. ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ നമ്മൾ പാടുന്നതാണ്. അപ്പോൾ ആ സമയത്ത്
അദ്ദേഹം എഴുതി വെച്ച ആ വരികളാണതൊക്കെ. എന്താ താമസം എന്നുള്ളത്. പൊതുവേ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ, കർത്താവേ നീ വരാൻ താമസം എന്തെന്ന് ചിന്തിക്കും. ആ അർത്ഥത്തിലല്ല ആ ലൈൻ പോകുന്നത്. അവർ പറഞ്ഞ സമയത്ത് എന്താ വരാൻ താമസിച്ചതെന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ മലയാളക്കരയിലെ ഒരു ഉണർവാണ്, വലിയ ഉണർവ് തന്നെയായിരുന്നു കന്നീറ്റിലെ ഉണർവ്. അത് പാളിപ്പോയി. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഈ പറയപ്പെട്ട കാര്യത്തിലും ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസിലുള്ള ഈ ഉണർവുകാരെയൊക്കെ ഞാൻ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം, ആ 2 വാക്യം എടുത്ത് ഇവരുടെ ഉണർവിൻ്റെ നടുവിലൊന്ന് പ്രസംഗിക്കാവോ ഇവർക്ക്? ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ, അവരൊന്ന് കേൾക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇപ്പം നമ്മൾ വായിച്ചു കേട്ട ഈ വാക്യം എടുത്ത് ഇവരെ എത്ര പേര് പ്രസംഗിക്കും? ഞാനത് ചലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഉണർവാണെങ്കിൽ എന്തുകൊണ്ട് പ്രസംഗിച്ചുകൂടാ? പരിശുദ്ധാത്മ വ്യാപാരമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വാക്യം പ്രസംഗിച്ചുകൂടാ? ഈ വാക്യപ്രകാരമുള്ള അതിൻ്റെ ആഴങ്ങൾ എന്തുകൊണ്ട് പ്രസംഗിച്ചുകൂടാ? ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിന്നാണ് പറയുന്നത്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളവർ. അതിൻ്റെ അവസാന ലൈനാണ് ഏറ്റവും മനോഹരം. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഈ വാക്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഈ ഉണർവുകാരൊക്കെ എന്തായിരിക്കും മറുപടി പറയുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളില്ലെന്നുള്ളതാണ് അവരുടെ പൊതുവിലുള്ള പഠിപ്പീര്. ക്രിസ്തു കഷ്ടം മുഴുവൻ അനുഭവിച്ചു തീർത്തു, ഇനി നാം കഷ്ടം അനുഭവിക്കേണ്ട കാര്യമില്ല. കർത്താവ് നമ്മെ അനുഗ്രഹത്തിലേക്ക് വിളിച്ചിരിക്കുന്നു, അവൻ നമ്മെ ബ്ലസ് ചെയ്യും. ഈ ഉണർവുകാർ വീഴുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വീഴുമ്പോഴും ഒക്കെ അവർ പറയുന്ന പണത്തിൻ്റെ കാര്യമാണ്, ഫോറിൻ കറൻസിയുടെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. ഈ വാക്യം എങ്ങനെ അവർ വ്യാഖ്യാനിക്കും? പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അവിടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പൊരുൾ തിരിച്ചു കൊടുക്കില്ലേ? അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അടുത്ത തലമുറ അറിയാൻ പാകത്തിനുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും എന്തുകൊണ്ട് പ്രസംഗിക്കപ്പെടുന്നില്ല? ഉണർവിനിടയ്ക്ക് അതൊന്നും വിളിച്ചു പറയുന്നില്ല. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണമെന്ന്. ആ വാക്യത്തിൻ്റെ അർത്ഥം ഇവരിൽ എത്ര പേർക്കറിയാം? ഇവരെത്ര പേരത് പ്രസംഗിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, അത് പാലിക്കുന്നു, അംഗീകരിക്കുന്നു? ഇതെല്ലാം കഴിയുമ്പോഴാണ് സഹോദരങ്ങളെ ഉണർവെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തുവിയൂരിലെ ഉണർവിൻ്റെ കാര്യം, പൂവത്തൂരിലെ ഉണർവിൻ്റെ കാര്യം. ഞാൻ ഉണർവിന് കൊതിക്കുന്ന മനുഷ്യനാണ്. ആ ഉണർവ് നിങ്ങളിൽ ഓരോരുത്തരിലേക്കും വരണം. നിങ്ങളിൽ നിന്ന് അത് സ്പ്രെഡാകണം. ഇനിയും പൂവത്തൂരുണ്ടാകണം, ഇനിയും തുവയൂരുണ്ടാകണം. ഒരിക്കലും ബാംഗ്ലൂർ ഉണ്ടാകരുത്. എൻ്റെ ആഗ്രഹം തുവയൂരുണ്ടാകണം, പൂവത്തൂരുണ്ടാകണം എന്നുള്ളതാണ്. കന്നീറ്റിലെ ഉണർവാണെങ്കിലും ഓക്കെ, അത് വഴുതിപ്പോയി. അങ്ങനെയാണ് യുയോമയം സഭയുണ്ടായത്. അഞ്ചരക്കാരെന്ന് പറയുന്ന കൂട്ടരൊക്കെ ഉണ്ടായത് അത് വഴുതിപ്പോയതിൻ്റെ പേരിലാണ്. അവരുടെ രീതികളൊക്കെ, അവർ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ പോലും വളരെ വ്യത്യസ്തമായ ഉപദേശങ്ങളും കാര്യങ്ങളും പേറുന്നവരാണ് ഈ അഞ്ചരക്കാരെന്ന് പറയുന്ന കൂട്ടർ. വലിയൊരു ഉണർവിൽ നിന്ന് തെറ്റിപ്പോയ ആൾക്കാരാണ് അവർ. ഇപ്പം ഇവരെല്ലാം ഉണർവിൽ നിന്ന് തെറ്റിപ്പോകുന്ന വചനത്തിൽ നിന്നാണ്. ഇവരെല്ലാം ഉണർവ് മൂത്ത് കഴിയുമ്പോൾ തെറ്റിപ്പോകുന്ന വചനത്തിൽ നിന്നാണ്. വചനത്തിലേക്ക് മടങ്ങി വരണം. വചനം എന്തു പറയുന്നോ അതിനനുസരിച്ചായിരിക്കണം മുൻപോട്ട് പോകേണ്ടത്. അതാണ് അതിൻ്റെ ഒരു രീതി. മറ്റൊരു കാര്യം കൂടെ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നത്, ഇതുപോലെ മലയാളക്കരയിൽ ഒരു ഉണർവ് പ്രസംഗകനും ഒക്കെ ആയിട്ടിരുന്ന ഒരാളാണ് പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം മർത്തോമാ സഭ വഴി മുന്നോട്ട് വന്ന ആളാണ്. ആ സഭയുടെ ഭാഗമായിരുന്നു. പിന്നത്തേതിൽ അദ്ദേഹത്തിന് കൂടുതൽ വെളിച്ചം ലഭിച്ച് അദ്ദേഹം ബ്രദറൻ സമൂഹത്തിലേക്ക് വന്നു. പൊയ്കയിൽ യോഹന്നാൻ അദ്ദേഹം ബ്രദറൻ സമൂഹത്തിലേക്ക് വന്ന് ചില സാങ്കേതിക വിഷയങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം അത് വിട്ട് പുറത്തു പോയിട്ട് അദ്ദേഹം ഇത്തിരി ക്രിസ്തീയ സമൂഹത്തിൻ്റെയും ഇത്തിരി ഹിന്ദുവിൻ്റെയും ഇത്തിരി വേറെ ആളുകളുടെ എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു ഒരു മിക്സർ എന്നുള്ള നിലയിൽ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു സഭയുണ്ടാക്കി. അതിൻ്റെ പേരാണ് പ്രത്യക്ഷ രക്ഷാസഭ. തിരുവല്ലായിക്കപ്പുറം ഇരവിവേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. അദ്ദേഹത്തിൻ്റെ ബോഡി, ഭൗതിക ശരീരം ഇന്നും അവിടെ കേടുകൂടാതെ എംബാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ആൾക്കാരെല്ലാം വർഷത്തിലൊരിക്കലോ ഇടയ്ക്കോ ഒക്കെ അവിടെ വന്ന് തീർത്ഥാടനം നടത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ ഇവിടെ ഇതുപോലെ ശോഭിച്ച് നിന്നയാൾ വഴിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് പോയി. അദ്ദേഹം എഴുതിയൊരു പാട്ടാണ്, ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് വാഴ്ത്തിടുന്നു 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 ഞാൻ. എത്ര വട്ടം നമ്മൾ പാടിയേക്കുന്ന
കർത്തൃമേശയ്ക്കൊക്കെ ഇപ്പോഴും നമ്മൾ പാടാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വഴിമാറിപ്പോയതാണല്ലോ, അപ്പോൾ ആ പാട്ട് കുഴപ്പമാണോ എന്നൊക്കെ ചിന്തിക്കും ചിലർ. അദ്ദേഹം ഭക്തിയിൽ നിന്ന കാലത്ത്, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന കാലത്ത് എഴുതിയ പാട്ടാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു തരത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഭക്തിയിൽ നിന്ന കാലത്ത്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന കാലത്ത് എഴുതിയ പാട്ടാണ്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം, അല്ലെങ്കിൽ കാലാന്തരത്തിൽ അദ്ദേഹം വഴിമാറിപ്പോയത് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അതിനുശേഷം അദ്ദേഹം എഴുതിയ പാട്ടുകൾ കാണും, അവരുടെ ഇടയിൽ ആളുകൾ പാടുന്നുണ്ടാവും. നമ്മൾ ആ പാട്ട് പാടേണ്ട കാര്യമില്ല, നമുക്കത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇതാ ഒരു പീരീഡിൽ എഴുതിയ പാട്ടാണ്. എന്തിനാ ആ കാര്യം ഇപ്പം ഞാൻ സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇവരെല്ലാം ഉണർവിലൊക്കെ നിന്ന ആളുകളാണ്. പക്ഷെ വചനത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ തകിടം മറിഞ്ഞുപോയി. കന്നീറ്റിലെ കാര്യം ഞാൻ പറഞ്ഞു, വചനത്തിൽ നിന്ന് മാറിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, വചനത്തിൽ നിന്ന് മാറിപ്പോയി. അതുപോലെ ഈ സഹോദരങ്ങളും അവർ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, വചനത്തെ മുൻനിർത്തിക്കൊണ്ടല്ല ഈ ഉണർവും കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്കത് അത്യാവശ്യമൊക്കെ പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിലും ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ മലയാളക്കരയിലെ പ്രസിദ്ധനായൊരു മെത്രാപ്പൊലീത്ത കെ പി യോഹന്നാൻ അവറുകൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ചില സെൻറ്റൻസുകൾ പറഞ്ഞിരുന്നു. ചില സെൻറ്റൻസുകൾ കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ, ആ ചടങ്ങുകൾ പൂർത്തീകരിച്ചത്. 8 ഘട്ടമായിട്ട് നടക്കേണ്ട ശുശ്രൂഷകൾ 8ാം ഘട്ടവും പൂർത്തീകരിച്ച് അദ്ദേഹത്തെ അവർ അടക്കം ചെയ്തു. അതിനകത്തൊരു വിഷയമുള്ളത്, അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്ന പാരമ്പര്യത്തിൻ്റെ രീതി അനുസരിച്ച് ഇരുത്തിയാണ് അടക്കേണ്ടത് ഒരു പരമാധ്യക്ഷനെ. പക്ഷേ ഇത് കിടത്തിയാണ് അടക്കിയിരിക്കുന്നത്. അത് കാലാന്തരത്തിൽ ഇനി മരിക്കുന്നവരൊക്കെ ഇരുത്തിയായിരിക്കും ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയിൽ നിന്ന് ഇവിടം വരെ ഇരുത്തി കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത്. സഹോദരങ്ങളെ, അതിനോടനുബന്ധിച്ച് 1-2 കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഈ കുഴലൂതുന്ന കാര്യവും പിന്നെ ഈ തലമുറയിലെ ജനത്തെ നടത്തുന്ന ആളുകൾ അവരെ വഴിതെറ്റിക്കുന്ന കാര്യമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പറയുന്നത്, ഈ നമ്മളുടെ ഈ കാലഘട്ടത്തിലെ ആളുകൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതെയാണ് പല കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്തുള്ള വളരെ പ്രസിദ്ധനായൊരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ഒരു 6-7 മിനിറ്റ് നേരമുള്ള ഒരു പ്രഭാഷണം ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോയി. അദ്ദേഹം ഒരു ഭക്തനായ പിതാവിൻ്റെ മകനാണ്. 2-3 അക്ഷരമേ ഉള്ളൂ പേരിൻ്റെ കൂട്ടത്തിൽ. അദ്ദേഹമൊക്കെ എന്താ ഈ പറഞ്ഞു വെക്കുന്നതെന്ന് ഓർത്തുപോയി. മിണ്ടാതിരുന്നാൽ പോരെ നമുക്ക്? എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഒരക്ഷരം പറയാതിരുന്നാൽ മതി. അല്ലെങ്കിൽ പറയാമായിരുന്നു, മുൻകാലത്ത് ഞങ്ങളൊരു സൗഹാർദ്ദത്തിലായിരുന്നു, പിന്നത്തേതിൽ അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു വിടാം. അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അമേരിക്കയിലുള്ള ഒരു പ്രസിദ്ധനായ പാസ്റ്റർ, അദ്ദേഹം ഒരു മെയിൻ ലൈൻ പെന്റിക്കോസ് ഗ്രൂപ്പിലെ പാസ്റ്ററാണ്. ഈ മരിച്ചുപോയ ആളുടെ ഒരു ബന്ധുവാണ്. അദ്ദേഹമൊക്കെ പറയുന്ന കേൾക്കണം. എൻ്റെ ദൈവമേ, ഇവരൊക്കെ എന്ത് കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത്? എന്ത് കാഴ്ചപ്പാടില്ല. എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കാര്യം ഞാൻ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ മകൻ ഈ വിശ്വാസ വഴിയിൽ നിന്ന് വെളിയിൽ പോയി മറ്റൊരു സാഹചര്യത്തിലുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. മറ്റൊരു സാഹചര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മുൻപായിരുന്ന ആ സമൂഹത്തിലെ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് കെട്ടി കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാണത്തിന് ഞാൻ വരില്ല, കാരണം ഈ വിശ്വാസത്തിൻ്റെ വഴി വിട്ട് നീ പോയി. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനല്ലായിരുന്നെങ്കിൽ ആദ്യോടന്തം നിൻ്റെ കല്യാണത്തിന് ഞാൻ എല്ലാ കാര്യം ചെയ്തേനെ. പക്ഷെ നീ വിശ്വാസ വഴിയിൽ വന്ന് സ്നാനപ്പെട്ട് അങ്ങനെ ഒരു ദൈവവൈദ്യൻ എന്നുള്ള ലേബലിൽ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ നീ ഇങ്ങനത്തെ കടുങ്കൈ ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല. സ്വന്തം പിതാവാണ് പറയുന്നത്. അദ്ദേഹം ആ കല്യാണത്തിന് കൂടിയില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബാക്കി ബന്ധുക്കളോടൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇവനെയും ആ പെങ്കൊച്ചിനെയും കൂടെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കണം കേട്ടോ നിങ്ങൾ. ഇവിടെ വരുമ്പോൾ ഇവിടെ വിളക്ക് കത്തിച്ച് പിടിക്കാനോ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. സാധാരണ വരുന്നത് പോലെ അങ്ങ് പതിയെ നടന്ന് അകത്തേക്ക് കയറി പോവുക, വാതിൽ തുറന്ന് കയറിക്കോളുക അകത്തേക്ക്. അതല്ലാത്തൊരു കാര്യം ഇവിടെ നടക്കില്ലെന്ന്. അതാണ് നിലപാടെന്ന് പറയുന്നത്. ഇതിനാണ് നിലപാടെന്ന് പറയുന്നത്. ഇതാണ് ഉറച്ച ബോധ്യം എന്ന് പറയുന്നത്. സ്വന്തം മകനാണെങ്കിലും കൊള്ളാം, മകനെ വരെ തള്ളി പറഞ്ഞു അദ്ദേഹം, മാറി നിൽക്കടാന്ന് പറഞ്ഞു. അല്ലാതെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ എൻ്റെ അച്ചായനാണല്ലോ, അയ്യോ എൻ്റെ കസിനാണല്ലോ, അയ്യോ അങ്ങനെയൊക്കെ കണ്ണീര് വാർക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നും അല്ല വേണ്ടത്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെന്നുള്ള നിലയിലാണ് ഞാൻ അവരെയൊക്കെ കാണുന്നത്. അവരൊക്കെ തെറ്റായത് പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അനേകരെ സ്വാധീനിക്കും സഹോദരങ്ങളെ, അനേകരെ സ്വാധീനിക്കും തെറ്റായ കാര്യങ്ങൾ. ഒത്തിരി ആളുകൾ അതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ കേട്ടു. എന്നോട് ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു, നിങ്ങളെന്തിനാ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തലയിടുന്നത്, അദ്ദേഹം ഭക്തിയോടെ ജീവിച്ചയാളാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആളുകൾ പറയാനിടയായി. എല്ലാത്തിനൊന്നും ഞാൻ മറുപടി കൊടുക്കാനൊന്നും പോയില്ല.
ഓക്കെ, ഞാൻ വിശ്വാസി സമൂഹത്തോടാണ് പറയുന്നത്, മൗനമായിരിക്കേണ്ട സ്ഥലത്ത് മൗനമായിരിക്കുക. സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം ഒരാൾ മരിച്ചിരിക്കുന്നു, മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ദുഃഖമുണ്ടാകും. ആ സമയത്ത് നമ്മൾ മറ്റു കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അന്നേരം ഈ പാസ്റ്റർമാരിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിനിടയിൽ നമുക്ക് ഒരു ചെറിയ വീഡിയോ ഒന്ന് കാണാം. നമ്മൾ സാധാരണ ഇവിടെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ള നിലയിൽ ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുള്ള ഒരാളാണ് കോട്ടയംകാരൻ നമ്മുടെ തങ്കു. അദ്ദേഹം പറയുന്ന ഒരു 2-3 മിനിറ്റ്സേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് കേൾക്കുക. അതിലൊരു അപകടമുണ്ട്. ആ അപകടം മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വെച്ചത്. അതിലൊരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ അപകടം ഞാൻ തുറന്ന് കാണിക്കാം. ഓക്കെ, ആ വീഡിയോ ഒന്ന് കാണിച്ചേ ഫെബി. ബിലീവേഴ്സ് ചർച്ചിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരും and the family of the Metropolitan and everyone who stands by him, I extend my condolences on behalf of my family and the Heavenly Feast churches worldwide. Metropolitan was a very close friend of mine, and whenever he had any issues or was troubled, the first call would come to me and he would share his burdens with me. I would say he could not empty himself totally, because the vision and the dream he carried in him was far greater than anyone close to him would have known. His vision was for India. His vision was for the world. As he started operations in Rwanda, Africa, and many nations, we underestimated him. When I see men and people extending their condolences, I wish that when he was alive, they would have appreciated him. Everyone who is speaking good of him today, I would have appreciated if you would have given him a word of confidence or consolation when he was alive. Yet, as a spiritual leader, I would say his spiritual journey was a lonely life. He and God himself, receiving from God and implementing his vision. His journey was alone, as the word says, as a good soldier who did not entangle himself in anything in his life. Alone, a lonely soldier for Jesus Christ. And what more should we expect? Being a soldier of Jesus Christ, a soldier of light. Jesus himself said, and I would read it out from Matthew, the Gospel of Matthew chapter 5 and verse 11 and 12. Blessed, happy to be envied and spiritually prosperous, with life, joy and salvation in God's favor and salvation, regardless of your outward conditions. Outward conditions is regardless. When you know that you have a favor from God. Are you, when people, you are blessed when people revile you and persecute you and say all kinds of evil things against you falsely on the account of Jesus. Be glad and supremely joyful, for your reward in heaven is great, strong and intense, for this is the same way people persecuted the prophets who were before you. This is the word of Jesus Christ, and the word of Jesus Christ
will never change. Those who stand in the light, the darkness cannot comprehend them, so they will revile them. They will speak evil things against them, and this is expected. But the assurance of Jesus is, great is his reward in heaven. I were to extend whatever as a friend, as a close walking with the Metropolitan, I would assure the same help, the same friendship to the Believers' Church as we began. Together we will see and preach the gospel of the kingdom of God. He was persecuted without a cause. His heart was not known even to his closest friend, but he would pour his heart to me. And that is the grief I have. And that is why I am agitated within, that when he was alive, no one was there, but only people were there to throw stones at him. But great is his reward in heaven. And I am sure that when he entered the heavenlies, Jesus himself, as Stephen was welcomed by Jesus, he will be welcomed in the heavenly abode. സഹോദരങ്ങളെ, ഒരു നീണ്ട പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ. അത് വെറും ഒരു 3-4 മിനിറ്റിലേക്ക് നമ്മൾ ചുരുക്കി കേൾപ്പിച്ചതാണ്. അത് കൂടുതൽ സമയമുണ്ട്, എനിക്ക് തോന്നുന്നു 10 മിനിറ്റിനടുത്ത് കാണുമായിരിക്കും. 10 മിനിറ്റിനടുത്തുള്ള ആ പ്രസംഗം നമ്മൾ ചുരുക്കി കേൾപ്പിച്ചതാണ്. ഇപ്പോൾ ഈ മരിച്ചുപോയ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മുന്നമേ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ കഴിയിട്ട് നമുക്ക് എന്തെങ്കിലും 1-2 വാക്ക് പറയാം. അതിനു മുമ്പ് പറയുന്നതിനൊക്കെ ചില മര്യാദകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും പറയാതിരുന്നത്. അപ്പോൾ ഇവരെല്ലാം പ്രകീർത്തിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് മറ്റു തരത്തിലുള്ള വാക്കുകളൊക്കെ പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. പക്ഷേ ഇങ്ങനെ ഒത്തിരി പേര് ചുറ്റുപാടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചതുകൊണ്ട് നമുക്ക് നമ്മളുടേതായ ലോകത്തുള്ള ആളുകളോട് പബ്ലിക്കലി പോയി അദ്ദേഹത്തെ മോശമാക്കാനല്ല, നമ്മളുടെ ലോകത്തുള്ള ആളുകളെ ചില കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ 1-2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഈ ഫ്യൂണറലിനോടുള്ള ബന്ധത്തിൽ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിൽപ്പെട്ട ആളുകളും അവിടെ കടന്നു വന്നിരുന്നു. എന്നാൽ ഞാൻ ഒരു ന്യൂസ് വായിച്ചത്, ഓർത്തഡോക്സ് സഭയുടെ സെമിനാരിയിലുള്ള പ്രധാനപ്പെട്ട അധ്യാപകൻ അവിടെ കടന്നു വന്നിരുന്നു. ആ കാരണത്താൽ അവിടെ വന്ന് ധൂപം കാണിച്ചു. ആ കാരണത്താൽ ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് എന്ന ഒരു കാര്യം ഞാൻ കേൾക്കാനിടയായി. ഓർത്തഡോക്സ് സഭയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സെമിനാരിയിലെ മൽപ്പാൻ, അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ സംവിധാനത്തിൽ ധൂപം വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് പോയതുകൊണ്ട് ആ സഭ അദ്ദേഹത്തെ ശാസിക്കുകയും അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതായത് കാരണം കാണിക്കൽ നോട്ടീസും മാറ്റി നിർത്തി, സസ്പെൻഡ് ചെയ്യാമെന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ല, പൂർണ്ണമായിട്ടും നമുക്കറിയില്ല. എന്നാൽ അറിഞ്ഞിടത്തോളം വെച്ചിട്ടാണ്, അത് 100% സത്യമാവണമെന്നൊന്നുമില്ല, അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. കാരണം യാക്കോബായ സഭയുമായിട്ടാണ് ഈ മരിച്ചുപോയ അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പം. അദ്ദേഹം യാക്കോബായ സഭയായിട്ട് ചേരാനാണ് ആഗ്രഹിച്ചിരുന്നത്. യാക്കോബായ സഭയിലെ സീനിയർ പുരോഹിതന്മാരാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചത്. ഇത് എടുത്ത് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെയൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അതുപോലെ ഓരോരോ കാര്യങ്ങളും ചൊല്ലാനും പഠിപ്പിക്കാനും ഒക്കെ അവരാണ് മുന്നിട്ട് നിന്നത്. അവരുടെ മെത്രാന്മാരൊക്കെ അവിടെ കടന്നു വന്ന് അവർ അതിൻ്റെ ശുശ്രൂഷാക്രമങ്ങളുടെ കുറച്ച് ഭാഗം അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതിനകത്ത്. പക്ഷെ മറ്റവരാരും വന്നില്ല. കാരണം ഈ ഒരു കണക്ഷൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അവരാരും വരാത്തത്. അതിന് ഞാനൊരു നിലപാടെന്ന് പറയും. സൗഹൃദമൊക്കെ, പക്ഷെ സൗഹൃദത്തിന് അപ്പുറത്തേക്ക് കടന്നുപോയി വിശ്വാസങ്ങളെയും അവരുടെ രീതികളെയും ചവിട്ടി മതിച്ചു കഴിഞ്ഞാൽ ആ സമൂഹം നോക്കിയിരിക്കില്ലെന്നുള്ളതാണ് ആ പുരോഹിതന് കൊടുത്ത മെസ്സേജ് അതിലൂടെ. അതേസമയം പെന്തിക്കോസ് പാസ്റ്റർമാർ വായിൽ വരുന്ന പോലെയൊക്കെ. ഇപ്പോൾ പെന്തിക്കോസിന് വെളിയിലുള്ള ഒരാൾ, ഒരു ന്യൂ ജനറേഷൻ്റെ പ്രധാനപ്പെട്ട വക്താവാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിന് വേദപുസ്തകത്തെക്കുറിച്ച് ABCD അറിയില്ലെന്ന് നിങ്ങളോടൊന്ന് പറയണോ, എനിക്ക് അത്രയേ ഉള്ളൂ. അതിനു വേണ്ടി മാത്രം ഇത് കാണിച്ചത്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യന് ഇതിൻ്റെ ABCD അറിയില്ല, വേറൊരു സ്പിരിറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് 1000-10,000 അദ്ദേഹം പറയുമ്പോൾ അവിടെ ഓടിക്കൂടുന്നത്. അദ്ദേഹം ജമ്പ് ചെയ്യുമ്പോൾ അവരും ചാടുന്നു, അദ്ദേഹം ഇരിക്കുമ്പോൾ അവരും ഇരിക്കുന്നു, അദ്ദേഹം പറയുന്നതിനനുസരിച്ച് അവർ വേണേൽ മീനിച്ചിലാറ്റിലേക്ക് എടുത്തി ചാടും.
വേണേൽ അറബിക്കടലിലും ചാടും. ആ സ്പിരിറ്റാണ് നയിക്കുന്നത്. അത്ര തന്നെ വേദപുസ്തകത്തെക്കുറിച്ചോ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചോ വിശേഷിച്ച് വേർപെട്ട ദൈവജനങ്ങളുടെ ഇടയിലുള്ള ആ ബോധ്യങ്ങൾ, വചനനിശ്ചയങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാജ്യാന്തര വിവരക്കേടുകൾ പറയുമോ? രാജ്യാന്തര വിവരക്കേടുകൾ. ഇവർ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. രണ്ടുപേരെയും ആളുകൾ ആക്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് പുള്ളിയുടെ ആ പറച്ചിലിൽ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റേ മരിച്ചുപോയ അദ്ദേഹത്തെ ആളുകൾ വല്ലാതെ ആക്രമിച്ചിരുന്നു. എന്താ ഈ ആക്രമിക്കുക? കല്ലെടുത്തെറിഞ്ഞോ? ഒന്നുമില്ല. ഇപ്പം പെന്തിക്കോസ്തുകാരെ സംബന്ധിച്ച് ഇപ്പോഴൊന്നും അങ്ങനെ ആരും ഒന്നും പറയാറില്ല. പണ്ട് അദ്ദേഹം ഈ വിശ്വാസത്തെയൊക്കെ തള്ളിപ്പറഞ്ഞ് ഈ എപ്പിസ്കോപ്പൽ സഭകളുടെ രീതിയിലേക്ക് ഒരു ബിഷപ്പിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് CSIയിലെ ബിഷപ്പ് വഴി അങ്ങനെ പോയപ്പോഴാണ് ആളുകൾ അന്ന് വലിയൊരു ചർച്ചയാക്കിയത്. ആ സമയത്ത് അതൊരു വലിയ ചർച്ചയായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് വളരെ പ്രഗത്ഭരായ GFA എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സെമിനാരിയാണ് കുറ്റപ്പുഴയിലുള്ളത്. GFAയുടെ സെമിനാരി, വേണമെങ്കിൽ നമ്പർ 1 സെമിനാരി എന്ന് പറയാം. ആ സെമിനാരിയിലെ സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതുപോലെ പ്രിൻസിപ്പ്, അങ്ങനെയൊക്കെയുള്ള എന്തുമാത്രം ആളുകളെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് വിട്ടുപോയത്. വലിയ പങ്ക് ആളുകൾ വിട്ടുപോയിട്ടുണ്ട്, വലിയ പങ്ക്. ആ വിട്ടുപോയ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് പറയുമല്ലോ, നിങ്ങൾ എന്താ പുള്ളിയുടെ കൂട്ടത്തിൽ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. എന്താ പോകുന്നത്? ഇങ്ങനെയാണോ ആൾക്കാർ പറയുന്നത്? അതൊക്കെ ചുമ്മാ പിള്ളേർ പറയുന്നല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇത് വളരെ MTH ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളുകൾ. അവർ പുറത്തിറങ്ങി വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 1 by 1 ആയിട്ട് കാര്യങ്ങളെ പറയും. അപ്പോൾ അത് കേൾക്കുന്നയാളോ അവനത് വേറൊരാളോട് പറയും, ഇന്ന സ്ഥലത്തെ ആന്റണി സാറൊക്കെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ, മറ്റേ ജേക്കബ് സാറൊക്കെ പോകുന്നു. അതെന്നാ? മറ്റേ പുള്ളി കുപ്പായൊക്കെ ഇട്ട് പോയി, അദ്ദേഹം മറ്റ് പൗരോഹിത്യ രീതിയിലേക്ക് പോയി. അവർ വേറൊരാളോട് പറയും. അങ്ങനെ ഇതൊക്കെ സ്പ്രെഡാകുക. ഇത് ഒളിച്ചു വെച്ച് ചെയ്യാവുന്ന കാര്യമല്ലല്ലോ. അദ്ദേഹം പരസ്യമായിട്ടാണ് ബിഷപ്പായത്. ആളുകൾ പരസ്യമായിട്ട് അതിനെക്കുറിച്ച് പറയും. ആ കാലങ്ങളിൽ അങ്ങനെ ഒത്തിരി സംസാരം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ ഓർത്തിരിക്കുകയല്ലോ ആളുകൾ. അദ്ദേഹം ഇങ്ങനെ വഴിമാറിപ്പോയി എന്നുള്ള ഒരു ചിന്താഗതിയിൽ പിന്നെ അദ്ദേഹം വീണ്ടും പിക്ചറിലേക്ക് വന്നത്. അദ്ദേഹം ഈ CSIയുടേതും മർത്തോമയുടേതുമായ ആ മെത്തേഡിലൊക്കെ നിന്നിട്ട്, അതായത് ഒരു ആംഗ്ലിക്കൻ പശ്ചാത്തലത്തിൽ നിന്നിട്ട്, അതുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിന്നൊന്നല്ല, അതിൻ്റെ രീതികളിലൊക്കെ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം കേൾക്കുകയാണ് അതിഭയാനകമായൊരു കേൾവി. അദ്ദേഹം ഒറ്റ ചാട്ടം കൂടെ ചാടിയെന്ന്. അത് പൗരസ്ത്യ ഓർത്തഡോക്സിൻ്റെ ഉപദേശങ്ങളിലേക്കാണ് അദ്ദേഹം ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓർത്തഡോക്സി മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളാണ്. 1 2 3 4 എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മരിച്ചവരോട് പ്രാർത്ഥിക്കണം, മരിച്ചവരെ കൊണ്ട് പ്രാർത്ഥിക്കണം, എന്തെല്ലാം പരിപാടികളാണ്. അങ്ങനെ ഒത്തിരി 40 അടിയന്തരം ഒക്കെ നടത്തേണ്ടതുണ്ട്. പിന്നെ അങ്ങനെ അനുമതി കൊല്ലേണ്ടതുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കിടക്കുകയാണ്. അവിടെ ചിട്ടവട്ടങ്ങൾ അനവധി ഉണ്ടല്ലോ. പണ്ട് അച്ചായ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ? ഒരു കാലത്ത് അദ്ദേഹം എന്താ പ്രസംഗിച്ചത്? സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ധൂപപീഠം, ഇൻസെൻസ് ഓൾട്ടർ. ആ ഇൻസെൻസ് ഓൾട്ടറിനെ കുറിച്ച് ആധികാരികമായി പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യവും അവൻ്റെ മധ്യസ്ഥതയുമാണത് കാണിക്കുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളെ വെച്ചിട്ട് യേശുക്രിസ്തു എന്ന അഡ്വക്കേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അതിൻ്റെ വിശദീകരണങ്ങൾ, പിതാവിൻ്റെ സന്നിധിയിൽ അവൻ പക്ഷവാദം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള കാര്യമൊക്കെ വിശദീകരിച്ചു വരുമ്പോൾ ആ വിഷയത്തിൻ്റെ ആഴം എങ്ങനെയാണ് തുറന്നു കൊണ്ടുവരുന്നത്? എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെ അതൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഞാനങ്ങ് പറയുക. അതൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ എങ്ങനെ പറയും? പഴയ നിയമകാലത്ത് ഈ പറയുന്ന കൂടാരത്തിലോ യെരൂശലേം ദേവാലയത്തിലൊക്കെ കാണുന്ന ആ ധൂപപീഠം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ഇന്ന് അത് ഇൻറ്റർസെസറി പ്രയറിനെ കാണിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയെ കാണിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അത് ആത്മാവിലുള്ള ആരാധനയുടെ ഇടമാണ്. ആത്മാവിലുള്ള ആരാധന എന്ന വിഷയം വിശദീകരിക്കാനാണ് ആ വിഷയം ഉപയോഗിക്കുന്നത്. പകരം ഇങ്ങനെ വീശിക്കൊണ്ട് വന്നാലോ? വീശൊന്നുമല്ല കാര്യം. ഈ യോനാച്ചൻ അന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, അറിയില്ല എനിക്ക്. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അത് അറിയാവുന്നവരുടെ അടുക്കൽ ഇങ്ങേര് പോയി ഇരുന്നിട്ടുണ്ട്. ഇദ്ദേഹം 75-80 കാലഘട്ടത്തിൽ OME പ്രവർത്തിക്കുന്ന സമയത്ത് ജമ്മു കാശ്മീരിൽ ഉദംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 വർഷം ഉണ്ടായിരുന്നു. ഒരു സീനിയറായൊരു ദേവദാസൻ്റെ കൂട്ടത്തിൽ. ആ ദേവദാസൻ ഇപ്പോൾ മരിച്ച് മൺമറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കേട്ടതാണ്. പക്ഷേ ഇദ്ദേഹം അതൊന്നും ഗ്രഹിച്ചില്ല, അന്നേ ഗ്രഹിച്ചില്ല. അതിനുശേഷം പിന്നെ അമേരിക്കയിലേക്കൊക്കെയുള്ള സഞ്ചാരങ്ങളും മറ്റ് സഞ്ചാരങ്ങളും ഒക്കെ വന്നു. പിന്നെയാണ് ഇമെയിലും മറ്റുമൊക്കെ എടുത്തത്. പിന്നെയാണ് ജിമെയിലും പിന്നെ ഹോട്ട്മെയിലും മറ്റേ മെയിലും മറിച്ചേ മെയിലും ഒക്കെ ഉള്ള സാഹിബ്മാർക്കൊക്കെ അങ്ങോട്ട് എഴുതി, മദാമയോട് ഇങ്ങോട്ട് എഴുതി, ഇങ്ങോട്ട് എഴുതി ബാങ്ക് അക്കൗണ്ടുകൾ അവിടെ ഇവിടെയൊക്കെ ചില്ലറകൾ ഇങ്ങനെ വന്ന് കയറിയ കാലമൊക്കെ പിന്നത്തേതിലാണ്. അതൊക്കെ പിന്നത്തേതിലെ കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്?
ഇങ്ങനെ ഒരു തുടക്കം വെച്ച മനുഷ്യൻ ഇങ്ങനെ വഴിമാറിപ്പോകുമ്പോൾ അത് കൊള്ളാം, സബാഷ് എന്ന് പറയാൻ നിങ്ങൾക്ക് ആരെങ്കിലും കഴിയുമോ സഹോദരങ്ങളെ? കഴിയുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വിശ്വാസ വഴി വിട്ടു പൊക്കോണം. ഇവിടെ ഇരുന്നുകൊണ്ട് പറയരുത്, ഈ വിശ്വാസത്തിൽ ഇരുന്നുകൊണ്ട് പറയരുത് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോവാന്ന്. അങ്ങനെ പറയുന്ന ഈ വിദ്വാന് വേദപുസ്തകത്തിൻ്റെ ABCD അറിയാവോ? സഹോദരങ്ങളെ, ഞാൻ ഏറ്റവും ശാന്തമായാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും മോശമായിട്ടല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രസംഗിച്ച മനുഷ്യനും അദ്ദേഹം എന്നെക്കാളും ചില വയസ്സ് എന്തായാലും മൂത്തതായിരിക്കും, എന്നെക്കാളും കുറച്ച് വയസ്സ് എന്തായാലും മൂത്തതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ഒരു ചതിയനാണ്. അവരുടെ സമൂഹത്തിൽ പെട്ട ധാരാളം ആളുകളുണ്ടല്ലോ, ധാരാളം ആളുകൾ പല വിശ്വാസ സംഹിതയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് അവരുടെ കൂട്ടത്തിൽ വിരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. അവരെയൊക്കെ ഈ മനുഷ്യൻ പറ്റിക്കുകയല്ലേ, പറ്റിപ്പീസുകാരൻ. ഈ വന്ന ആൾക്കാരൊക്കെ എവിടെ നിന്ന് വന്നതാ? ഈ പറഞ്ഞ കൂട്ടങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നവരല്ലേ. ആ ഇറങ്ങി വന്നവരോട് ഇദ്ദേഹം പറയാണ്, ഈ മരിച്ചുപോയ ആൾ ഏറ്റവും ശ്രേഷ്ഠമായൊരു ജീവിതം നയിച്ച് ഒരു സോൾജിയറായിരുന്നു, അദ്ദേഹം ഒരു പ്രകാശം പരത്തുന്ന ഒരു സോൾജിയറായിരുന്നു, വചനത്തിന് വേണ്ടി നിന്നൊരു സോൾജിയറായിരുന്നു, ഉപദേശത്തിന് വേണ്ടി നിന്നൊരു സോൾജിയറായിരുന്നു. അങ്ങനെ പലതുമായിരുന്നു. അദ്ദേഹത്തെ തന്നെ അങ്ങ് പൂർണ്ണമായും സമർപ്പിച്ചയാളായിരുന്നു. തന്നെത്താൻ ഒഴിച്ച് ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു. അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്? അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മറ്റുള്ള ആൾക്കാർ അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹം ഒരു ധീരനായിരുന്നു, വീരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വിഷൻ എന്ന് പറയുന്നത് കേരളത്തെക്കുറിച്ചല്ല, ഇന്ത്യയെക്കുറിച്ചല്ല, ഏഷ്യയെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ വിഷൻ, അതിലൂടെ എത്ര പേരെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലും അല്ലെങ്കിൽ അദ്ദേഹം അയച്ച ആളുകളിലൂടെ രംഗത്ത് വന്ന ആളുകളുണ്ട്. എല്ലാം പാസ്റ്റർമാരെന്ന് അറിയപ്പെട്ടിരുന്നത്. ആ പുള്ളികളൊക്കെ ഈ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളിലും നേപ്പാളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബൈബിളൊക്കെ ആയിട്ട് പോയി നിന്നിട്ട് പിന്നെ എന്താ പാട്ട്, ഒരു പാട്ട് പാടിക്കുക രതീഷേ, പ്രഭു മഹാന്നോ, അല്ലെങ്കിൽ എന്താ ഒരു ഇന്ത്യയിലൊരു പാട്ടൊക്കെ പാടി ആളുകൾ ടാമറിനൊക്കെ ഇട്ട് മുട്ടി അങ്ങനെ പിന്നെ ബൈബിളൊക്കെ തുറന്നു വെച്ചിട്ട് മത്തി സുവാർത്ത എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. ആ ആൾക്കാരൊക്കെ ഇപ്പോൾ കറുത്ത കുപ്പായം ഇട്ട് തലയിലൊരു കറുത്ത തൊപ്പി വെച്ച് നിൽക്കുന്ന നമ്മൾ കാണുന്നത് പാസ്റ്റർമാരെന്ന് പറഞ്ഞ പുള്ളികൾ. അവരൊക്കെ ധൂപം വീശിക്കൊണ്ട് കിടക്കുക. അന്നേരം നമ്മുടെ കോട്ടയത്തെ ഈ അച്ചായം പറയാണ്, എക്സലൻറ്റ്, കാര്യങ്ങളൊക്കെ എത്ര മനോഹരമാണ്. സ്തേഫാനോസിനെ എങ്ങനെയാണ് കൂട്ട് ചെയ്തത്? എനിക്കതൊക്കെ സങ്കടം വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. സ്തേഫാനോസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമ്മളെ ഒന്നും കൂട്ടാൻ പറ്റില്ല സഹോദരങ്ങളെ. അതുപോലൊരു ധീരനല്ലായിരുന്നു സ്തേഫാനോസ്. ആ സ്തേഫാനോസ് ഇങ്ങനെ യെരുശലേം ദേവാലയം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി. അന്നാസ് അവിടെ നിന്ന് ഇങ്ങനെ മീശ വിരിക്കുക. അന്നാസ് കയ്യഫാവ് അവിടെ ആ വാതിലിൽ ഇങ്ങനെ ചാരി നിൽക്കുക. സ്തേഫാനോസ് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ സ്തേഫാനോസ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ദിവസം വന്നേക്കാം. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ അവരുടെ കൂടെ പോയിന്നേ ഉള്ളൂ, അടുത്ത ദിവസം ഞാൻ എന്തായാലും വന്നേക്കാം, പ്രാർത്ഥനയ്ക്ക് വന്നേക്കാം. അങ്ങനെയാണോ സ്തേഫാനോസ് പറഞ്ഞത്? ഒരു വലിയ സമൂഹം തനിക്ക് എതിരിട്ട് നിൽക്കുമ്പോൾ ആ സമൂഹത്തോട് എന്നാ പറഞ്ഞത്? ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരെന്നൊക്കെയല്ലേ പറഞ്ഞത്? മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യൻ പറഞ്ഞത്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഈടി വരും കേടി വരും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് സറണ്ടർ ചെയ്തവനാണോ സ്തേഫാനോസ്? കോടാനുകോടി തനിക്കൊണ്ട് അതൊക്കെ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഈടിക്ക് മുമ്പിൽ സറണ്ടർ ചെയ്തവനാണോ സ്തേഫാനോസ്? ലജ്ജയില്ലേ സ്തേഫാനോസിനെയൊക്കെ വലിച്ചഴയ്ക്കാൻ. സ്തേഫാനോസിനെയൊക്കെ നിങ്ങൾക്ക് വലിച്ചഴയ്ക്കാനുള്ള കളിപ്പിള്ളയല്ല. സ്തേഫാനോസൊക്കെ ആരാ? ധീരന്മാരുടെ ഗണത്തിലാണ്. രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ക്രിസ്തീയ സഭയുടെ അടിത്തറയിട്ട മഹാന്മാരാണ് അവരൊക്കെ. അവരെയൊക്കെയാണോ ഇങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കുന്നത്? നിങ്ങൾ നോക്കണം, ഈ 2-3 ദിവസം മുമ്പ് മരിച്ച് അദ്ദേഹത്തിൻ്റെ 40 അടിയന്തരം ഇനി 40 ദിവസം കഴിഞ്ഞ് നടത്തണ്ടേ? അദ്ദേഹം ജീവിച്ച ജീവിതവും അദ്ദേഹം മുറുകെ പിടിച്ച ഉപദേശവും മഹത്തരമാണെങ്കിൽ എന്തുകൊണ്ട് ഈ സഹോദരൻ ഇപ്പോൾ ഈ പാൻറ് ഷർട്ട് ഇട്ട് നിൽക്കുന്നു? ഇദ്ദേഹം എന്തുകൊണ്ടൊരു കുപ്പായം എടുത്തിരുന്നില്ല? ഏറ്റവും കനത്ത വെളിപ്പാടിലേക്കല്ലേ മറ്റേ മനുഷ്യൻ പോയത്, ഏറ്റവും ആഴമേറിയൊരു വെളിപ്പാടിലേക്ക്. ഇദ്ദേഹം എന്തുകൊണ്ട് ആ വഴിയിലേക്ക് പോകുന്നില്ല? ഇതിനിടയിൽ പുള്ളി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണവും കൂടെ പറഞ്ഞു. 5-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണത്തിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരെന്നൊക്കെയാണ് പറയുന്നത്. ഈ പറഞ്ഞ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ആരെങ്കിലും പോയോ? ഏത് പെന്തിക്കോസുകാരനെ പോയോ? ഞാനെങ്ങും കേട്ടിട്ടില്ല.
ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് അടക്കം പറയും, അത്ര തന്നെ. അതിപ്പോൾ എല്ലാവരെയും കുറിച്ചും ആളുകൾ പറയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാനോ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനോ ഒന്നും ഇവിടെ ആരും പോയിട്ടില്ല. കുറച്ച് ഞങ്ങൾക്കും വേണം, ഒരു കോടി രൂപ ഞങ്ങൾക്കും വേണം, അല്ലെങ്കിൽ അവിടെ വെച്ച ഓംനി വാനിന്ന് പിടിച്ച ഒരു 56 കോടി എങ്ങാണ്ടുണ്ട്, 56 കോടിയിൽ ഒരു 6 കോടി ഞങ്ങൾ പെന്തിക്കോസുകാർക്ക് വേണം എന്ന് പറഞ്ഞ് ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ആരും അതിനൊന്നും പോയിട്ടില്ല. അപ്പം ഇവിടെ ആരും അദ്ദേഹത്തെ ടോർച്ചർ ചെയ്യാനോ അപമാനിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടൊരു കാഴ്ച ഇത്രയേ ഉള്ളൂ, സത്യവിശ്വാസം വിട്ട് പിന്മാറിപ്പോയി. ചിലരതിന് പറയുന്ന വാക്കാണ്, അതിപ്പോൾ നമ്മളെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, വേറെ രീതി പറയുന്നത് എന്തിനാന്ന്. ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യോഹന്നാൻ 17-ന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. പശ്ചാത്തലം എന്താ? ഇനി മണിക്കൂറുകൾ പോലുമില്ല. ഇത് സംസാരിച്ച് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഗെഥസമനയിലേക്കാണ്. ഈ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് എങ്ങോട്ടാ? ഗെഥസമനയിലേക്കാണ്. ഗെഥസമനയിൽ ചെന്ന് കഴിഞ്ഞാൽ ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചേവകരാൽ പിടിക്കപ്പെട്ട അവിടെ നിന്ന് നേരെ മഹാപുരോഹിതൻ്റെ അരമനയിലേക്ക്, അവിടെ നിന്ന് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക്, പിന്നീട് ഹെരോദാവിൻ്റെ അടുക്കിലേക്ക്, മടങ്ങി പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ക്രമം നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തെ സമയത്ത് കർത്താവ് തന്നെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറയുന്ന കാര്യമാണ് 12-ാം വാക്യം. യോഹന്നാൻ 17-ന്റെ 12-ൽ അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അവരെ സൂക്ഷിച്ചു, തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വിഷയം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനിടയായി. ഈ കാര്യം അദ്ദേഹം എൻ്റെ മുമ്പിൽ എടുത്തു വെച്ചു. അതിൻ്റെ ഒരു ഗൗരവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ ഈ പറയപ്പെട്ട വ്യക്തി ആരാ? യൂദായാണ്. യൂദ ആരാ? 12 അപ്പോസ്തലന്മാരിൽ ഒരുവൻ. അത് മാത്രമല്ല, ഒരു പ്രധാന ഉദ്യോഗം തൻ്റെ മേലുണ്ടായിരുന്നു. താനായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. കർത്താവിൻ്റെ കൂടെയുള്ള പണസഞ്ചി സൂക്ഷിപ്പുകാരനായിരുന്നു. ഒരു ഉത്തരവാദിത്വമാണ് തന്നെ ഏൽപ്പിച്ചത്. അത് മാത്രമല്ല, നമ്മൾ ഈ പുസ്തകത്തിൻ്റെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെയൊക്കെ ആരംഭത്തിൽ കാണുന്നൊരു കാഴ്ചയാണ്. ശിഷ്യന്മാരെ എല്ലാം പറഞ്ഞു വിട്ടൊരു സമയമുണ്ട്, ചുറ്റും പോയി ദൈവരാജ്യം സമീപിച്ചെന്ന് സുവിശേഷിക്കാനായിട്ട്. അങ്ങനെ ഇവർ ദൈവരാജ്യം സമീപിച്ചെന്നുള്ള കാര്യങ്ങൾ പ്രസ്താവിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. അങ്ങനെയൊക്കെ മടങ്ങി വന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഈ യൂദ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ ഗനസരേത്ത് തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോയപ്പോൾ ആ പടക് മുങ്ങുമാർ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത്. അവിടെ നടന്ന ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ണാലെ കണ്ടയാളാണ് യൂദ. അതുപോലെ മരിച്ചവരെ ഉയർപ്പിച്ച സമയത്ത് ലാസർ മരിച്ചു, ലാസറിനെ അടക്കി. ആ ലാസറിനെ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് കർത്താവിനോടുകൂടെ 12 ആ കൂട്ടത്തിൽ യൂദയുണ്ട്. പറഞ്ഞു വന്നാൽ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലെല്ലാം യൂദ കൂടെയുണ്ട്. അവസാനത്തെ അന്ത്യത്താഴ സമയത്തും തന്നോടുകൂടെ യൂദ അവിടെയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് വേർപിരിയുന്നത്. അവസാന സമയം വരെ യൂദ കൂടെയുണ്ട്. ആ സമയത്തിന് ശേഷം പിൻവാങ്ങി യൂദ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞത് ആ നാശയോഗ്യനല്ലാതെ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഈ ആളുകൾ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭത്തെക്കാൾ അവസാനമായിരിക്കണം സഹോദരങ്ങളെ ശോഭയോടിരിക്കേണ്ടത്. ഞാൻ ഇന്ന് അധികം വാക്യങ്ങൾ വായിക്കാതെ പൊതുവായ കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നത്, നമ്മൾ ഈ കാര്യങ്ങളിൽ സാമാന്യ ജ്ഞാനം ഉണ്ടാകണം. ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല തുറവി ഉണ്ടാകണം, നല്ല ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യമില്ലെങ്കിലാണ് നമ്മൾ അമ്പും തുമ്പും ഇല്ലാതെ വർത്തമാനം പറയുന്നത്. ഇവിടെ യൂദയെക്കുറിച്ച് എന്താ പറയുന്നത്? യൂദയെക്കുറിച്ച് പറയുന്നത് ആ നാശയോഗ്യൻ എന്നുള്ള നിലയിലാണ് പറയുന്നത്. യൂദയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഉപദേശത്തെ മറിച്ച് കളഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളെയെല്ലാം ചവിട്ടി മെതിച്ചിട്ട് മറ്റൊരു വഴിയിലൂടെ ഒരാൾ കടന്നുപോയി കഴിഞ്ഞാൽ ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ പറയുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഇദ്ദേഹം ഒരു പെന്തിക്കോസുകാരനല്ല, ആ പറഞ്ഞയാൾ തങ്കു എന്ന് പറയുന്ന ആളൊരു പെന്തിക്കോസുകാരനല്ല, അതുകൊണ്ട് നമുക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞു എന്തെന്ന് ചോദിച്ചാൽ അവരെയൊക്കെ വിളിച്ച് കൺവെൻഷന് പ്രസംഗിപ്പിക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. അവിടെയാണ് തോൽവി എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ പറയുന്ന ആളുകളെയൊക്കെ വിളിച്ച് കൺവെൻഷന് പ്രസംഗിപ്പിക്കുന്ന പെന്തിക്കോസുകാർ ഉലകത്തിലുണ്ട്. ഇവരോട് കൂടെ നിന്ന് പ്രസംഗിക്കാൻ പോകുന്ന പാസ്റ്റർമാരും ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്താമണ്ഡലങ്ങൾ, ധാരണകളൊക്കെ എന്താണെന്ന് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇവരെയൊന്നും മോശക്കാരനായിട്ടൊന്നും ചിത്രീകരിക്കുന്നില്ല. ഇവർക്ക് കാര്യങ്ങൾ കത്തിയിട്ടില്ല, ഇവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ വാദഗതി.
ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്ന വാദഗതി എന്താ? ഇവർക്ക് കാര്യം ക്ലിക്കായിട്ടില്ല. കാര്യം ക്ലിക്കായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മരിച്ചുപോയ അദ്ദേഹം വിശ്വാസത്താലുള്ള നീതീകരണം മുറുകെ പിടിച്ചയാളല്ലേ? ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണോ? മാമോദീസായാൽ പാപം മോചിക്കുമെന്നല്ലേ ഇപ്പോൾ അദ്ദേഹം ചൊല്ലുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ചൊല്ലുന്നത്? അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുന്നവരാണോ? നമ്മളത് അംഗീകരിക്കുന്നുണ്ടെങ്കിലല്ലേ അദ്ദേഹത്തിൻ്റെ ആശയത്തോട് നമുക്ക് യോജിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് പാസ്റ്റർ എന്താ പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യത്തിൽ മഹാമണ്ടത്തരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. മണ്ടത്തരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയപ്പെട്ട സഹോദരനൊക്കെ നിങ്ങൾ കുറിച്ചു വെച്ചോ? എവിടെയെങ്കിലും കുറിച്ചു വെച്ചോ? ഇവരെല്ലാം മടങ്ങി ഈ പഴയ സ്ഥലത്തേക്ക് പോകും. ഇവരെല്ലാം അതിനൊക്കെ സമയമെടുക്കുന്നു മാത്രം. ആ സമയം എടുത്തു കഴിയുമ്പോൾ ഇവരെല്ലാം പഴയ സ്ഥലത്തേക്ക് പോകും. സമ്പത്തുകൾ ധാരാളം വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി പല വേലത്തരങ്ങളും കാണിക്കേണ്ടി വരും. സമ്പത്തുകൾ വന്ന് കുമിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താനും ധാരാളം ആളുകൾ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിലൊരു മാന്യത ലഭിക്കാൻ ഒരു പെന്തിക്കോസ് പാസ്റ്ററെ സംബന്ധിച്ച് പാസ്റ്റർക്ക് എന്ത് മാന്യത ലഭിക്കാനാണ്? ഒരു മാന്യത ലഭിക്കില്ല. അവർ ഈ പുസ്തകം വിശ്വസിക്കുന്നു. ഈ യോഹന്നാൻ 17 തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ, ഈ ലോകം എന്നെ ആദരിച്ചില്ല, പിന്നെ നിങ്ങളെ ആദരിക്കുമോ എന്ന് ചോദിച്ച പോലെ, യഥാർത്ഥ ഭക്തന്മാരാണെങ്കിൽ അവർക്ക് ഈ ലോകം ആദരം തരത്തില്ല. യഥാർത്ഥ വേലക്കാരന് ഈ ലോകം ആദരം തരുമോ? പോലീസ് ഗാർഡ് ഓഫ് ഓണറൊക്കെ തരിക എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവമേ. പണ്ട് ഒരു സ്റ്റോറിയുണ്ട്, പണ്ട് കാലത്ത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന, ഇപ്പം ഒന്നും കേൾക്കാനില്ല. അമേരിക്കയിൽ നിന്നൊരു മനുഷ്യൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആഫ്രിക്കയിലേക്ക് പോയി. അയാൾ തൻ്റെ ശുശ്രൂഷയുടെ ഒടുക്കം വൃദ്ധനായി മടങ്ങി വരികയാണ് ജന്മദേശത്തേക്ക്. അദ്ദേഹം മടങ്ങി വരുന്ന കപ്പലിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വേട്ടയാടാൻ പോയിരിക്കുകയാണ്. വേട്ടയാടാൻ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാ, എങ്കിലും സന്ദർഭവശാൽ പറയുക, വല്ല പുതിയ പിള്ളേരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് വേട്ടയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അദ്ദേഹത്തിൻ്റെ വീരസ്യങ്ങൾ, ഇത്ര കടുവയെ കൊന്നു, ഇത്ര പുലിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെല്ലാം ചുറ്റുമുണ്ട് ഭയങ്കരമായിട്ട്. കപ്പലിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ സകല നിലയിലും ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിച്ച് ഇങ്ങനെ പരവതാനിയിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ പഴയൊരു തകരപ്പെട്ടിയുമായിട്ട് ഈ മിഷണറിയും തൻ്റെ വൃദ്ധയായ ഭാര്യയും രണ്ടുപേരും കൂടെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വേച്ച് ഇറങ്ങുന്നത്. കപ്പലിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് ഇന്നത്തെ സംവിധാനങ്ങളല്ല, പഴയ സംവിധാനങ്ങളാണ്. അപ്പോൾ സൂക്ഷിച്ചിറങ്ങണം. ഒരു കൈ പിടിക്കാൻ ആരുമില്ല. ഈ മനുഷ്യനെ ഒന്ന് കൈ പിടിച്ചിട്ട് പ്ലാറ്റ്ഫോമിലേക്കൊന്ന് ഇറക്കണമല്ലോ. കപ്പലിങ്ങനെ നിന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയല്ലേ, അതിനുപോലും ആരുമില്ല. അപ്പോൾ അദ്ദേഹം ഒരു പരിഭവം പോലെ പറഞ്ഞപ്പോൾ, നോക്കണേ ഈ മനുഷ്യന് എന്തുമാത്രം ആൾക്കാരെ സ്വീകരിക്കാൻ വന്നത്, നമ്മൾ ഇത്ര വലിയ കാര്യത്തിന് ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ആ വാത്സല്യ മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, അത് ചരിത്രരേഖയാണ്. അതൊരു ചരിത്രരേഖയാണ്. അദ്ദേഹം ഈ ലോകത്തിലെ ഭരണാധികാരി, ഇവിടുത്തെ കാര്യങ്ങൾക്ക് അദ്ദേഹം പോയിട്ട് മടങ്ങി വന്നപ്പോൾ ഈ ലോകം അദ്ദേഹത്തെ ആദരിച്ചു. പക്ഷെ നിങ്ങളിപ്പോഴും മടങ്ങി വന്നിട്ടില്ല, നിങ്ങളിപ്പോഴും ശുശ്രൂഷ പൂർത്തീകരിച്ചിട്ടില്ല. നിങ്ങളുടെ ശുശ്രൂഷ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നിങ്ങളെ അപ്പൻ്റെ വീട്ടിൽ ഗാർഡ് ഓഫ് ഓണർ തന്നായിരിക്കും സ്വീകരിക്കുന്നതെന്ന്. നിങ്ങളെ ഗാർഡ് ഓഫ് ഓണർ തന്നായിരിക്കും അവിടെ സ്വീകരിക്കുന്നത്. നിങ്ങൾ റിസീവ് ചെയ്യാൻ കർത്താവ് വരും, തൻ്റെ ദൂതന്മാരെ അയക്കും നിങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ ലോകത്ത് ഗാർഡ് ഓഫ് ഓണറോ വെടിയോ, കേരള പോലീസ് 21 വെടി, ആചാരവെടി. എന്താചാരവെടി? ഇവിടെ ഒരു ആചാരവെടി കൊണ്ടും കാര്യമില്ല. അങ്ങനെയൊക്കെ ഏതെങ്കിലും പെന്തിക്കോസ് പാസ്റ്റർമാർക്ക് വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലർക്കൊക്കെ വരും ദിവസങ്ങളിൽ കിട്ടും ആചാരവെടിയൊക്കെ. മണ്ട ശിരോമണികൾ എന്നല്ലാതെ ഇവരെയൊക്കെ എന്ത് പറയാനാ? സഹോദരങ്ങൾ, ഇവരൊക്കെ ഒരു കാലത്ത് കർത്താവിന് വേണ്ടി സഞ്ചരിച്ചവരും ഒക്കെയാണ്. പക്ഷെ അവർ അവസാനം കൊണ്ടുപോയി കളയുന്ന കണ്ടോ? അവസാനം കൊണ്ടുപോയി ധനവാന്റെ കൂട്ടത്തിൽ കിടക്കാം, ലാസറിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന എന്തിനാ എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഇവരിൽ പലരും. ഏതാ തീരുമാനത്തിൽ? വലിയൊരു മനഃശാസ്ത്രപരമായൊരു വിഷയമാണ് ഈ ശവാടക്ക് എന്ന് പറയുന്നത്. അത് ഈ വിശ്വാസി ലോകത്ത് വലിയൊരു കാര്യമാണത്. അത് ഈ ജഡത്തെയൊക്കെ ജയിച്ചവർക്കൊക്കെ, അല്ലാത്തവരെ സംബന്ധിച്ച് മനോഹരമായൊരു ശവാടക്ക് സ്വപ്നം കാണുന്നവരാണ് ഈ പെന്തിക്കോസ് ലോകത്തെ വലിയ പങ്കാളുകളും. മനോഹരമായ ശവാടക്ക്, അതായത് ഈ ലൈവ് ഹാർവസ്റ്റ് ചാനലിലോ മറ്റേ ചാനലുണ്ടല്ലോ, അതിൻ്റെ പേരെന്നാ, ആ ചാനൽ, ഇവരെല്ലാം ലൈവ് വിടണം. ലൈവ് ഒരു 10-25 സെൻട്രൽ പാസ്റ്റർമാർ, ഒരു 50 പാസ്റ്റർമാർ, ഇവരെല്ലാം ഇങ്ങനെ ഇരുന്നു കൊണ്ട്, പിന്നെ മ്യൂസിക്, പിന്നെ ഇത് ആളുകൾ വാഴ്ത്തിപ്പാടുന്നു, ആളുകൾ റീത്ത് വയ്ക്കുന്നു. റീത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ ലോറി വേറെ വേണ്ടി വരും. അങ്ങനെയൊക്കെ ഭയങ്കരമായ ഒരു സംഭവം. അങ്ങനെ അവിടെ പിന്നെ മറ്റേ സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറയുന്ന അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് അണ്ടർടേക്കേഴ്സ് അവർ വന്ന് കൊണ്ടുവരുന്നു. അവർ ഇങ്ങനെ ഒരു കോട്ട് സൂട്ടും ഒക്കെ ഇട്ട ആൾക്കാർ, കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് അവരുടെ ആൾക്കാർ വരും. നമ്മളൊന്നും തൊടുപോലും വേണ്ട, അവർ വന്ന് പട്ടാളച്ചിട്ടയിൽ ഒന്ന് മാർച്ച് ചെയ്ത് വന്നിട്ട് ഈ സാധനം പൊക്കുന്നു.
പൊക്കി അങ്ങനെ കൊണ്ടുപോയി ആ വണ്ടിക്കകത്തേക്ക് കയറ്റി വയ്ക്കുന്നു. വണ്ടി തന്നെ കണ്ടാൽ മതി മരിക്കാൻ തോന്നും നമുക്ക്, അത്ര മനോഹരമായ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയിലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഈ ഇളം മ്യൂസിക്കിൽ, കട്ടിയായ മ്യൂസിക്കല്ല, ഇളം മ്യൂസിക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ബോഡി പോലും ആ പെട്ടിക്കകത്തിരുന്ന് കോൾമയിൽ കൊള്ളും. ആ രീതിയിൽ ഇങ്ങനെ അതങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി അതിൻ്റെ അകമ്പടിയിൽ അവിടെയും ചെന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ ചായയും ലഡുവല്ലല്ലോ ചായയും അതും ഇതുമൊക്കെ കൊടുക്കും. ഇങ്ങനെ എല്ലാ ചടങ്ങുകളും ഒക്കെ മനോഹരമായ നിലയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞ് 40 പെന്തിക്കോസുകാർക്ക്. അപ്പോൾ ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കുക, അല്ലാതെ ഏതെങ്കിലും മുക്കും മൂലയിലൊക്കെ കൊണ്ടുപോയി അടക്കുക എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ദൈവമേ, തറവാടികൾക്ക്. ഞാൻ ഈ തൃശ്ശൂരുള്ളൊരു പാസ്റ്ററുമായിട്ട് ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചു. അത് വളരെ സീനിയർ പാസ്റ്ററാണ്, പിന്നെ 10-30 വർഷത്തിൽ കൂടുതലുള്ള പാസ്റ്ററാണ്. നരച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഡൈ അടിക്കുമായിരുന്നു, ഇപ്പോൾ ഡൈ അടിക്കുന്നില്ല, എന്നാൽ മൊത്തം പഞ്ഞിക്കുടം പോലെ നരച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചു പോയ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അവരുടെ ആ നാട്ടിലൊരു പ്രശ്നമുണ്ട്. അവരുടെ കല്ലറ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് കളക്ടർ അതിപ്പോൾ അടക്കാൻ പറ്റാത്തൊരു ഗതികേടിലാണ്. അതുകൊണ്ട് പലരും അവിടുത്തെ പബ്ലിക് ശ്മശാനത്തിലാണ് അടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വേറൊരു കല്ലറയുടെ കാര്യം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന കാര്യം പറഞ്ഞു പുള്ളി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതായാലും മതിയല്ലോ എന്ന് പറഞ്ഞേ. മണ്ടത്തരമായിപ്പോയി. പാസ്റ്റർ എൻ്റെ മുഖത്തേക്ക് നോക്കുക. മാന്യന്മാരായ ആളുകൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുമോ? അവിടെയൊക്കെ അടക്കുന്നതെന്ന് കേട്ടാലെന്ന്. നല്ല കല്ലറയുണ്ടെന്ന് പറഞ്ഞാലല്ലേ ആളുകൾ വരുമെന്ന്. സീനിയർ പാസ്റ്റർമാരാണ്. കാഴ്ചപ്പാടാണ് ഞാനീ പറഞ്ഞത്, കാഴ്ചപ്പാട്. ജനത്തെ വിശ്വാസമാർഗത്തിൽ കൊണ്ടുവന്ന് സത്യവചനം പഠിപ്പിച്ച് സ്തേഫാനോസുമാരാക്കി മാറ്റാനാണ് ഇവരുടെ മേലെ അഭിഷേകം പകർന്നിരിക്കുന്നത്. അന്നേരം അവർ പറയുക, നമ്മളങ്ങനെയുള്ള കല്ലറകളിലൊക്കെ ആണ് അടക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ ഈ വഴിക്ക് വരില്ലെന്ന്. അപ്പോൾ ഇതിനകത്തേക്ക് ആളുകൾ വരുന്നത് കല്ലറ കിടക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണോ? ഇവിടെ ആത്മാവിൽ ജീവിച്ച് സത്യവചനപ്രകാരം മുന്നോട്ട് പോകാൻ വരുന്നവരല്ലേ? ബഹുഭൂരിപക്ഷത്തിന് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു എന്ന് പറയാനാണ് ഞാൻ ഈ സമയമെടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പ്രകീർത്തിക്കുന്നത്. മരിച്ച ആളുകൾ ആരും ആകട്ടെ, അദ്ദേഹം ഒരു സത്യവിശ്വാസത്തിൻ്റെ പോരാളിയായിരുന്നു. ഒരു പെന്തിക്കോസ് പാസ്റ്റർ പറയാമെന്ന് കൂട്ടിക്കോ, കാതോലിക്ക് ബാബു മരിച്ചു കിടക്കുമ്പോൾ ഇദ്ദേഹം സത്യവിശ്വാസത്തിൻ്റെ പോരാളിയായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി അനേകരെ ആദായപ്പെടുത്തിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ വിശ്വാസവും പ്രത്യാശയും ഭയങ്കരമാണ്. നമ്മൾ അനുകരിക്കേണ്ടതാണ്, നമ്മൾ പിൻപറ്റേണ്ട മാതൃകയുടെ ഉടമയാണ് ഈ കാതോലിക്ക് ബാവ എന്നൊക്കെ ഒരു പാസ്റ്റർ അവിടെ ചെന്ന് ഒരു സീനിയർ പാസ്റ്റർ പറയാമെന്ന് വിചാരിച്ചോ, ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കില്ലേ? കാരണം ഇത് നോർത്ത് പോളും സൗത്ത് പോളും പോലെയാ, 2 എൻഡാണ്. ഒരു തരത്തിൽ സാമ്യമില്ല, ഒരു 1% സാമ്യമില്ല. 2 അന്തരത്തിൽ നിൽക്കുന്ന ഗ്രൂപ്പുകളാണിതെല്ലാം. ഏത് തരത്തിലാണ് യോജിക്കാൻ കഴിയുന്നത്? ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ യോജിക്കുന്ന രീതി സംസാരിക്കുമ്പോൾ ഇവരെയൊക്കെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ന്യൂജന്മാർ നമ്മുടെ ഈ മെസ്സേജ് കേൾക്കുകയാണ്, അവർക്ക് വേണ്ടി ഓപ്പണായിട്ട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ മനുഷ്യരെയൊക്കെ പിൻപറ്റിക്കഴിഞ്ഞാൽ നിത്യനാശത്തിലായിരിക്കും നിങ്ങൾ ചെന്ന് അവസാനിക്കുന്നത്. ഇവരെയൊക്കെ വിട്ടുപോരുവിൻ, യഥാർത്ഥ പാതയിലേക്ക് വിട്ടുപോരുവിൻ. അപ്പോൾ യഥാർത്ഥ പാത എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വിശ്വാസത്താലുള്ള നീതീകരണവും യഥാർത്ഥ വീണ്ടും ജനനവും പ്രസംഗിക്കുന്ന കൂട്ടം എവിടെയാണോ, വിശ്വാസ സ്നാനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുകയും അതിൻ പ്രകാരം മുൻപോട്ട് പോവുകയും ചെയ്യുന്ന കൂട്ടങ്ങളൊക്കെ എവിടെയുണ്ടോ അന്വേഷിക്കുക. നിശ്ചയമായും ഉണ്ട്. അത്തരം കൂട്ടങ്ങളിൽ കടന്നു പോവുക, നിങ്ങളുടെ ജീവിതം അവിടെ മുന്നോട്ട് കൊണ്ടുപോകുക. അതല്ലാത്ത ഇത്തരം കൂട്ടങ്ങളിലൊക്കെ പോയി പെട്ടുകഴിഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളൊരു കാര്യമാണ്. ഇവരെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കളാണ് സഹോദരങ്ങളെ. ഇവരെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഞാൻ ഇന്ന് അഹറോൻ്റെ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞു വരാനായിട്ടാണ് എയിം ചെയ്തത്. പക്ഷേ ഇത്രയും പറഞ്ഞു പോയപ്പോൾ സമയം മുന്നോട്ട് പോയല്ലോ, അതുകൊണ്ട് ഞാനത് തൽക്കാലം തൊടുന്നില്ല, അടുത്ത ദിവസത്തേക്ക് വെക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ അടൂർ നടന്ന IPCയുടെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ വീഡിയോ കാണിച്ച് പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു. ആ കൂട്ടത്തിലാണ് ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇന്ന് ഒന്നുകൂടെ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് വിചാരിക്കും, വലിയ കുഴപ്പങ്ങളാണല്ലോ സംഭവിച്ചത്, അവരൊക്കെ കുഴപ്പക്കാരാണല്ലോ, അങ്ങനെ പല രീതിയിലും നിങ്ങളുടെ ഉള്ളിലൂടെ ചിന്ത വരാം. പക്ഷേ ഞാൻ അവസാനം ഒരു തിരുത്ത് തന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ പുസ്തകം പഠിപ്പിക്കുന്നത് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. നമ്മളെക്കാളൊക്കെ ഭക്തന്മാരും പഴയ EV വർഗീസ് അപ്പച്ചൻ്റെ പാട്ട് ഞാൻ ഓർക്കുക, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണ് തകർന്നീ പോർക്കളമേട്ടിലാണ് നമ്മളെന്നുള്ളത്. അവരൊക്കെ നമ്മളെക്കാളും ഭക്തിക്ക് ജീവിച്ച മനുഷ്യരായിരിക്കും. ആ സ്റ്റേജിൽ നിന്ന് സീനിയർ പാസ്റ്റർമാരൊക്കെ ഒരുപക്ഷെ അവരുടെ തുടക്കമൊക്കെ നമുക്കറിയില്ല എങ്ങനെയായിരിക്കുമെന്നൊക്കെ. ഇന്ന് അവരെ ഒരാൾ വന്ന് ഒരു ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കുഴൽ ഊതാൻ പറഞ്ഞപ്പോൾ ഊതി, പിന്നെ ഒരു കോലൊടിക്കാൻ പറഞ്ഞപ്പോൾ കോലൊടിച്ചു, അവരതൊക്കെ തെറ്റിദ്ധരിച്ചു.
അവിടെയെല്ലാം വേറൊരു സ്പിരിറ്റിൻ്റെ വ്യാപാരം വന്നതുകൊണ്ടാണ് അവരുടെ കണ്ണ് മങ്ങിപ്പോയി. ആ വിഷയത്തിൽ കണ്ണ് മങ്ങിപ്പോയി. ഇതൊക്കെ ആർക്ക് സംഭവിക്കാം? നമ്മൾ വചനത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ എബ്രായ ലേഖനം 12 ആദ്യത്തെ ആ 2-3 വാക്യങ്ങൾ മുൻപിലിരിക്കട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തു. കൊരിന്ത് ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ക്രൂശ് വെച്ചിരിക്കുക എന്നാണ്. കണ്ണിൻ്റെ മുമ്പിൽ ക്രൂശ് വെച്ചിരിക്കുകയാണ്. അതായത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കണ്ണിന് മുമ്പിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് തൻ്റെ സഞ്ചാരം മുഴുവനും. സെയിം കാര്യമാണ് എബ്രായർ 12 പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകില്ലെന്നേ ഉള്ളൂ. പെട്ടെന്ന് വായിച്ചാൽ ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളാൻ പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലേ? ആ വാക്യം ഒന്ന് വായിച്ചേ, അത് വായിച്ച് അവസാനിപ്പിക്കാം. എബ്രായർ 12 അധ്യായത്തിൻ്റെ ആകയാൽ നാമും സാക്ഷികളിൽ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഈ വായിച്ച വാക്യങ്ങളുടെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളിൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എത്ര സീരിയസ് ആയ വാക്യമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് ഊർജവും കരുത്തും പ്രത്യാശയും നൽകുന്നൊരു വാക്യമല്ലേ? അവനെ ധൈര്യപ്പെടുത്തുന്ന വാക്യമല്ലേ ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളുവാൻ? അതുകൊണ്ടാണ് പൗലോസ് ക്രൂശ് മുൻപിൽ വെച്ചിരിക്കുന്നത്. ചുമ്മാ ക്രൂശല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കൺമുമ്പിൽ വെച്ചിരിക്കുക. ഇവിടെ എബ്രായ ലേഖന കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ നായകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യാത്ര ആരംഭിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കാൻ എന്ന് വെച്ചാൽ മരക്കുരിശെടുക്കുക എന്നാണോ അർത്ഥം? ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു സമർപ്പണ ജീവിതത്തിലേക്ക്. ആ സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. അവൻ നിന്ദിതനായിരുന്നു, അവൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയല്ലേ വായിച്ചത്? അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അപമാനങ്ങളുണ്ടാകും, നിന്ദകളുണ്ടാകും, ദുഷികളുണ്ടാകും, പഴികളുണ്ടാകും. ക്രൂശ് എന്ന് പറഞ്ഞാൽ വിശദമായൊരു പഠന വിഷയമാണ്. ക്രിസ്തുവിൻ്റെ ജീവിതമാണ് അതിലൂടെ വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെയെല്ലാം സഹിക്കാൻ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ളവനെ ധ്യാനിക്കണം. ഇപ്പോൾ വിശുദ്ധന്മാരുടെ ഇടയിലെ ധ്യാന വിഷയം എന്തായിരിക്കണം? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ആയിരിക്കണം ധ്യാനിക്കേണ്ടത്. അത് അരക്കിട്ടുറപ്പിച്ച് പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ധ്യാനിക്കണം. ആ ക്രിസ്തു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അവൻ നടന്നത് എങ്ങനെയാണോ ആ വഴിയിലൂടെ നടക്കണം. അവൻ പറഞ്ഞതെല്ലാം കേൾക്കണം. അവിടെ നിന്ന് പറഞ്ഞതാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം? ഇങ്ങനെയുള്ളവനെ ധ്യാനിക്കുക. അതിനെയെല്ലാം നമുക്ക് മറികടക്കാം. എല്ലാത്തിനെയും നമുക്ക് മറികടക്കാൻ കഴിയും. നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചവനാണ്. അത് മാത്രമോ, അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ്, ഇതൊക്കെ ചുമ്മാ ലേഖനം എഴുതി വെക്കുകയല്ല. ഇത് എഴുതിയവരായ ഭക്തന്മാരായ തൻ്റെ ദാസന്മാർ, നമ്മുടെ പ്രിയങ്കരായ അപ്പോസ്തലന്മാർ, അവരത് അനുഭവിച്ചു, അതിലനുസരിച്ച് ജീവിച്ചവരാണ്. അവരാ നമ്മളോട് പറയുന്നത് ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളുവിന്ന്. വിശ്വാസ വഴിയിൽ ഇറങ്ങിത്തിരിക്കുന്ന ആ സമയമുണ്ട്. ദമസ്കോസ് മുതൽ റോമിലെ കാരാഗ്രഹം വരെയുള്ള ആ ജീവിതം അല്ലേ? അതിൻ്റെ ആരംഭം എവിടെയാണ് കാണുന്നത്? ദമസ്കോസിൻ്റെ തെരുവിലാണ് ഒരു എൻകൗണ്ടർ നടക്കുന്നത്. അവസാനം കാണുന്നത് എവിടെയാ? റോമൻ കാരാഗ്രഹത്തിലെ കണ്ടംപ്റ്റ് സെല്ലിൽ കിടക്കുകയാണ്. ഏകദേശം AD 67 പരിസരത്ത് തൻ്റെ ഓട്ടം പൂർത്തീകരിക്കപ്പെടുകയാണ്. ആ ഓട്ടം പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് എന്തൊരു നിശ്ചയദാർഢ്യമാണ്, എന്തൊരു ബോധ്യമാണ്. ആ സംസാരത്തിലൊരു ക്ഷീണമുണ്ടോ? മരണം തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ഒരു പാനീയാഗമായി തീരാൻ മണിക്കൂറുകളേ ഉള്ളൂ. അപ്പോഴൊരു ക്ഷീണമില്ല, വാക്കുകളിലൊരു ക്ഷീണമില്ല. നല്ല ഊർജ്ജസ്വലതയോടെയാണ്, പ്രത്യാശ സ്ഫുരിക്കുന്ന വാക്കുകളാണ് പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതിൻ്റെ കാരണം എന്താ? ഞാൻ ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവൻ പതറില്ല. അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവനൊരു ബോധ്യമുണ്ട്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന്. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം കൈയൊഴിഞ്ഞാലും, ആരെല്ലാം എതിര് പറഞ്ഞാലും, എന്നാ ചെയ്താലും ഇങ്ങനെയുള്ളവനെയാണോ ധ്യാനിക്കുന്നത്? ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ കത്തുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായും നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയും.
നിശ്ചയമായും മുൻപോട്ട് പോകാനായിട്ട് കഴിയും. സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ രണ്ട് കൂട്ടം ആളുകളല്ലേ കാണുന്നത്. ക്രൂശിൻ്റെ ശത്രുക്കൾ, ഇവിടെ കാണുന്നതോ ക്രൂശിൻ്റെ മിത്രങ്ങൾ, സമർപ്പിതരായവർ. സമർപ്പിക്കുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവ് ആഗ്രഹിക്കുകയാണത്. ക്രൂശ് എടുക്കുക എന്ന് വെച്ചാൽ ക്രൂശ് എടുത്തുകൊണ്ട് പോകാമെന്നല്ലല്ലോ. ബലിപീഠമാണ് ക്രൂശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. കാൽവറിയിലെ ബലിപീഠം, മരക്കുരിശല്ല. മരക്കുരിശൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊരു ബലിപീഠമാണ്. ആ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ കത്തുന്ന തീയിലേക്ക് ഒരു ബലിമൃഗം എന്ന നിലയിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിതം, ഇങ്ങനെയുള്ളവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് യാഗപ്പശുവിനെ ചേർത്ത് കെട്ടി നിർത്തുന്ന കാര്യം, അങ്ങനെ ചേർത്ത് കെട്ടി നിർത്തുക. ആ കാര്യം വെച്ചിട്ടാണ് ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും അവൻ്റെ കഷ്ടാനുഭവങ്ങൾ രുചിച്ചറിയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവനാണ്, സമർപ്പിതനാണ് പൗലോസ്, ഉണർത്തപ്പെട്ടവനാണ്, അനേകരെ ഉണർത്തുന്നവനാണ് പൗലോസ്. അല്ലാതെ ഇതിൽ നിന്നൊക്കെ തെറ്റി ഒഴിയുന്ന കാര്യമല്ല പറയുന്നത്. നമ്മളിതിനെയെല്ലാം മറികടക്കും. നമ്മിൽ പകരപ്പെട്ട ആത്മവ്യാപാരത്താൽ നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം എന്താ? ആ അഭിഷേകത്താൽ, ആ ആത്മാവിനാൽ നമുക്ക് എല്ലാത്തിനെയും മറികടക്കാൻ കഴിയും. ഇല്ലാതെയാകുന്നല്ല, അതിനെല്ലാം മറികടക്കാൻ, ഓവർകം ചെയ്യാൻ കഴിയും. അതാണ് യഥാർത്ഥ സത്യപാത, യഥാർത്ഥ ഉപദേശം, യഥാർത്ഥ മാർഗം. അതാണ്. ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണ്. പൂർവന്മാരായ പിതാക്കന്മാർ അത് പഠിപ്പിച്ചു. പെന്തിക്കോസിൻ്റെ പിതാക്കന്മാരും മലയാളക്കരയിൽ അതാണ് പഠിപ്പിച്ചത്. ഈ പറയപ്പെട്ട നിലയിൽ ക്രൂശിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, ക്രൂശ് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, അപ്പോഴാണ് അവരുടെ ഉള്ളിൽ തീ കത്തിയത്. അപ്പോഴാണ് അവർ നാവെടുത്ത് സംസാരിച്ചത്. അങ്ങനെയാണ് മലയാളക്കരയിൽ പല ഉണർവുകളും പൊട്ടിപ്പുറപ്പെട്ടത്. ഞാൻ പറഞ്ഞു, തുവിയൂരിലാകട്ടെ, പൂവത്തൂരിലാകട്ടെ, അങ്ങ് തിരുനെൽവേലിയിൽ നിന്ന് ART അതിശയം എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ മലയാളക്കരയിൽ വന്ന് അനേകരെ ആത്മാവിൽ നിറയ്ക്കുവാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ്. അങ്ങനെ എന്തെല്ലാം ചരിത്രങ്ങളുള്ള ഒരു സമൂഹമാണ് നമ്മൾ. വലിയ ചരിത്രങ്ങളുള്ളവരാണ്. ആ ചരിത്രങ്ങളൊക്കെയാണ് ചുമ്മാ ഏട്ടും പൊട്ടും തിരിയാത്ത കുറേ ആൾക്കാർ നേരം പോക്കുകൾ പറഞ്ഞ്, അവർക്ക് തോന്നിയതുപോലെ ബോധിച്ചതുപോലെ പല കാര്യങ്ങളും പറഞ്ഞ് ജനത്തെ ഒരു സൈഡിൽ ഇളക്കി മറിക്കുന്നു. മറു സൈഡിൽ അവരുടെ ഗുരുക്കന്മാരായ ആളുകൾ, അവരുടെ ഗോഡ് ഫാദേഴ്സ്, അവരാണ് ഇപ്പോൾ 2 മിനിറ്റ് മുമ്പ് ആ ശവാടക്കിന് പ്രസംഗിച്ചത്. അവരെല്ലാം സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ അവരുടെ മാർഗദർശി എന്ന് പറയുന്ന, അവരുടെ പ്രകാശം എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കോട്ടയംകാരൻ ഇപ്പോൾ പ്രസംഗിച്ചയാൾ. ഈ ഉണർവിലെ ആളുകളുടെ, അവരുടെ എല്ലാം പ്രിയങ്കരനായ വ്യക്തി. അദ്ദേഹം എന്താണ് ഉണർവിലേക്ക് വരാത്തത്? വരുമായിരിക്കും, വരാതിരിക്കില്ല. അദ്ദേഹം കൂടെ വന്നാലാണ് അവർക്ക് അതിനൊരു പൂർത്തീകരണം എന്ന് പറയാൻ കഴിയൂ. അവരുടെ കാഴ്ചപ്പാടും അവരുടെ വെളിപ്പാടുമാണ് നമ്മളിപ്പോൾ കേട്ടത്. യേശുക്രിസ്തു പിന്മാറ്റക്കാരെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമെന്ന്. പിന്മാറിപ്പോയി ഉപദേശത്തിൽ നിന്നും ചട്ടത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും ഒക്കെ വഴുതിപ്പോയി കഴിഞ്ഞാൽ യേശുക്രിസ്തു അങ്ങനെയുള്ളവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കും, സ്തേഫാനോസിനെ സ്വീകരിച്ചതുപോലെ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കേൾവിക്കാരായവരും പിന്മാറിപ്പോവുക. നിങ്ങൾ ഇനി എന്നിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരിച്ചവരോട് പ്രാർത്ഥിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ കല്ലറ അടുത്ത ദിവസം അവിടെ അലങ്കരിക്കപ്പെടും. ആ കല്ലറയിൽ പോയിട്ട് ഈ ഹെവൻലി ഫീസ്റ്റ് എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവിടെ പൂ വയ്ക്കുക, അവിടെ മെഴുതിരി കത്തിക്കുക. ഞാനൊരു അഡ്വൈസ് ചെയ്യുന്ന കേട്ടോ, ഏതെങ്കിലും ഹെവൻലി ഫീസ്റ്റുകാരൻ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ കേട്ടാൽ, ഇപ്പം അവരോട് വന്ന് ഒത്തിരി നേരം ഇരിക്കില്ല. അപ്പോൾ അവർ ഏതെങ്കിലും ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അടുത്ത ദിവസം ആ കല്ലറയിൽ പോയി പൂക്കൾ വയ്ക്കുക, അവിടെ തിരി കത്തിക്കുക. അദ്ദേഹം ഒരു നല്ല മധ്യസ്ഥനായിരിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ഉപകാരസ്മരണയ്ക്കായിട്ടോ, എങ്ങനെയാണ് അത് പറയുന്നത്? അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഉദ്ദിഷ്ട കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു നല്ല മധ്യസ്ഥനായിട്ട്, ഗീവറീസിനൊക്കെ പറയുന്ന പോലെ വേണേൽ നമുക്ക് ഗീവറീസിനൊക്കെ ഔട്ടാക്കാം മലയാളക്കരയിൽ നിന്ന്. നമുക്ക് നമ്മുടെ സ്വദേശീയമായ നിലയിൽ ഇപ്പോൾ ഉണ്ട് ചിലരൊക്കെയെങ്കിലും, അതിനേക്കാളൊക്കെ നമുക്ക് ഇതൊരു നമ്പർ 1 കല്ലറയാക്കിയിട്ട് നമ്മുടെ ടൂറിസം മിനിസ്റ്റർ മിസ്റ്റർ യൂസഫ്, അദ്ദേഹത്തിൻ്റെ പേരെന്നാ? യൂസഫ് റിയാസ്, അങ്ങനെയല്ലേ? നമ്മുടെ ടൂറിസം മിനിസ്റ്റർ മിസ്റ്റർ റിയാസ്, അദ്ദേഹത്തോടും കൂടെ പറയുകയാണെങ്കിൽ ഒരു ടൂറിസം സർക്യൂട്ടായിട്ട് മാറ്റാവുന്നതാണ്. പരുമല, തിരുവല്ല, മഞ്ഞണിക്കര, അങ്ങനെ ഒരു ട്രയാങ്കിൾ സർക്കിളായിട്ട് മാറ്റാവുന്നതാണ് കല്ലറകളിലേക്കുള്ളൊരു ടൂറിസം. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ആളുകൾ വേണമെങ്കിൽ പെന്തിക്കോസ്തുകാർക്കും ആ കൂടെ പോവാം. ഇപ്പം ഈ അകലങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കുക. നമുക്ക് കാതലായ ചില വിഷയങ്ങളിലേക്ക് പോകണം അടുത്ത ദിവസം.
പക്ഷെ പൊതുവായ പല കാര്യങ്ങളും ഇടയ്ക്ക് പറയേണ്ടതുണ്ട്. ഒരു ദേവദാസൻ എന്ന നിലയിൽ പ്രിയപ്പെട്ടവർക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ചുറ്റും നടക്കുന്ന വഞ്ചനകളെ തുറന്ന് കാണിക്കുകയായിരുന്നു. അതിനിടയിലാണ് എബ്രായർ 12-ാം അധ്യായത്തിലെ വാക്യം തുറന്നു വന്നത്. നമ്മൾ ഇങ്ങനെയുള്ളവനെയാണ് ധ്യാനിക്കേണ്ടത്. അപമാനം അലക്ഷ്യമാക്കി ഒന്നും ഒരു പരിഭവം പറയാതെ നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്നിട്ട് പോയ നമ്മുടെ കർത്താവിനെ കുറിച്ച് പത്രോസും പിന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ നല്ലൊരു മാതൃക വെച്ചു പോയി, നാം അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരണമെന്ന്. നമുക്ക് ആ കാൽച്ചുവടുകൾ തുറന്നു കിട്ടണമെങ്കിൽ വചനം പ്രകാശിക്കണം. ആ വചനം പ്രകാശിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശത്തിൽ നമുക്ക് പാത തുറന്നു കിട്ടും. ആ പാതയിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ കർത്താവ് നടന്നു പോയ പാത. ആ പാതയിലൂടെയാണ് അപ്പോസ്തലന്മാർ നടന്നു പോയത്. കല്ലും മുള്ളും നിറഞ്ഞൊരു പാതയാണ്. കല്ലും മുള്ളും നിറഞ്ഞ പാത സൂക്ഷിച്ചു നോക്കിയാൽ അവരുടെയൊക്കെ കാലിൽ നിന്ന് രക്തം കിരിഞ്ഞു വീണിട്ടുണ്ട്. അവിടെ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ അവർ നടന്നുപോയി. പെന്തിക്കോസിന്റെ പൂർവന്മാരായ പിതാക്കന്മാരും ആ പാതയിലൂടെ നടന്നു പോയിട്ടുണ്ട്. ചില ചോരത്തുള്ളികളൊക്കെ നമുക്ക് അവിടെ നോക്കിയാൽ കാണാം. ആ പാത ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ആ പാതയിലൂടെ നടക്കാൻ ഇന്ന് ആളുകളില്ല. നമ്മൾ വാക്യം വായിച്ചില്ലേ? ഈ പറയപ്പെട്ട നിലയിൽ ഇടുക്കുവാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്. ജനം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങളിലേക്കും ഉപദേശമൊക്കെ മറിച്ച് കളഞ്ഞിട്ട് അങ്ങനെയുള്ള വഴികളിലേക്ക് പോകുന്നൊരു കാലത്ത് നമുക്ക് ഭക്തിക്കൊത്ത് ജീവിതം നയിക്കാം. നമുക്ക് ലഭിക്കപ്പെട്ട പ്രമാണത്തെ മുറുകെ പിടിക്കാം. അവസാന ശ്വാസം വരെയും ഒരു പ്രലോഭനങ്ങളിലും വീഴാതെ വണ്ണം ഒന്നിലും ആകർഷിക്കപ്പെടാതെ വണ്ണം ക്രൂശിൽ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.